ഭാഗം 2. അകം ആഴങ്ങൾ. 1. അർത്ഥങ്ങൾ. മണ്ണിൽ താഴ്ന്ന സംസ്കാരങ്ങൾക്ക് മുകളിൽ വംശീയ ഗീതങ്ങളുടെ ആഘോഷം നിരർത്ഥകമാക്കിയ കലാപങ്ങൾ പൊടിമണ്ണിന്റെ വിരുന്നിൽ നിന്ന് പഴയ കണ്ണാടി കണ്ടെടുക്കുന്നു. വർണ്ണങ്ങളെ ശൂന്യമാക്കുന്ന ഒഴുക്കിൽ പ്രാചീന വിധിബോധങ്ങളുടെ ഉപ്പ്, വെളുപ്പ്. ഞാൻ ഇവിടെ നിന്ന് ആകാം, പക്ഷേ ഇവിടം അല്ല. ഞാൻ എവിടെ നിന്നും ആകാം, പക്ഷേ ഒരു ഇടവും അല്ല. സമയം വൈകുന്നു. ചിങ്ങം താണു തുടങ്ങി. നഗ്നരായി വരൂ, നമുക്ക് സംസാരിക്കാം. സംസാരം എന്നാൽ വസ്ത്രം ഉരിയൽ ആണ്. അല്ല, കഷ്ടം, വസ്ത്രം ധരിക്കൽ ആണ്. നമുക്ക് നിശബ്ദർ ആകാം. ദൈവമേ, നിശബ്ദതയും ഒരു വസ്ത്രമാണ്. ദൈവവും ഒരു വസ്ത്രമാകുന്നു. ഇങ്ങനെയൊക്കെയാണ് ദൈവശാസ്ത്രങ്ങൾ ഉണ്ടായത്. നീതിബോധത്തെക്കുറിച്ച് നടന്ന സെമിനാറിൽ എൻ്റെ പേർ പറയപ്പെട്ടത്. പിന്നീട് എൻ്റെ പേർ ആയ അതേ പേര് ആരോ മറ്റൊരാളെക്കുറിച്ച് പറഞ്ഞത് എന്നും പറച്ചിലായത്. ഞാനായിരുന്നില്ല അയാളത്രേ. പിന്നെ ഞാൻ നീതിയെക്കുറിച്ച് ചിന്തിച്ചേയില്ല. പാരമ്പര്യമനുസരിച്ച് എപ്പോഴൊക്കെ നീതിചിന്ത കടന്നു വന്നോ അപ്പോഴൊക്കെ കൂടെ അയാളും കടന്നു വന്നു. അയാളുടേതാണ് ദൈവശാസ്ത്രം. എപ്പോഴും എന്ന പോലെ അത് ഒരിക്കലും നമ്മുടേത് ആകില്ല. ഒന്നെനിക്ക് അറിയാം. ദ്വാപരത്തിലെ അവസാന 50 വർഷങ്ങളിൽ ഒന്നിൽ കടൽപ്പുറത്തിരുന്ന് തിരക്കൂട്ടം എണ്ണുമ്പോൾ ഒരു തിര വന്ന് ദാമോദരനെ കടൽ എടുത്തിരുന്നെങ്കിൽ ഇന്നു ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. പല തലമുറകളും ഉണ്ടാകുകയില്ലായിരുന്നു. എന്തു ചെയ്യാം? അയാളെ കടൽ എടുത്തില്ല. കടൽ ആരെയും എടുക്കുകയില്ല. എടുക്കേണ്ടവനെയും എടുക്കുകയില്ല. അവനെ കടൽ എടുത്തിരുന്നുവെങ്കിലും കഷ്ടം, ഞാൻ ഉണ്ടാകാതെ ആകുമായിരുന്നില്ല. എന്തോ ആകട്ടെ, അയാളുടെ പിൻതലമുറ മതം മാറാൻ ധൈര്യം കാണിച്ചില്ല. അവരുടെ പിൻതലമുറ മതം മാറാതിരിക്കാൻ ധൈര്യം കാണിച്ചില്ല. ദൈവത്തിന്റെ ഫലിതങ്ങൾ. പരിധിയില്ലാത്ത ഫലിതത്തിന്റെ അവിപത്തി ചൂർണം കഴിച്ച് എനിക്കൊന്ന് വയറിളക്കണം. മതത്തേക്കാൾ കടുത്തതാണ് മൂലക്കുരു. രക്തസ്രാവത്തോളം വരില്ല ഒരു വിശ്വാസവും. സമയം വൈകുന്നു. കന്നിയും കടന്നെത്തി. ഈ ചുമടുതാങ്ങിയിൽ ചാരി നിന്നാൽ ഒരു കാര്യവും നടക്കുകയില്ല. പകലിനെ കൊണ്ടുപോകാൻ തൂണും ചാരി നിന്ന അവസാന വെളിച്ചവും കട അടച്ചു. കണ്ണാടിപ്പുഴയിൽ അവസാനം പൂട്ടുന്നത് ഒരു വൈദ്യശാലയാണ്. കണ്ണാടിപ്പുഴയുടെ ഭാഗ്യം. കാരണം ഒരു നാട്ടിലും വൈദ്യശാലകൾ പൂട്ടാറേയില്ല. അതിനും എന്തെങ്കിലും അർത്ഥമുണ്ടാകും. വൈകി അടയ്ക്കുന്ന ഒന്നായിരുന്നു സച്ചിദാനന്ദന്റെ വൈദ്യശാലയും. അവന്റെ മനസ്സ് എനിക്കു കാണാം. അവിടെ ആരും ഒന്നും പറയുന്നില്ല. ജനലിന് അപ്പുറം നട്ടുച്ച തിളയ്ക്കുന്നു. തപിച്ച മണലിൽ തകർന്ന ചില്ല്, ഉണക്കപ്പുല്ല്, വരണ്ട കാറ്റ്, പൊടി. അടുത്ത ഒരറയിൽ ആരോ കഫം പറയാതെ ചുമച്ചു പിടയ്ക്കുന്നു. പകുതി തുറന്ന സ്റ്റെതസ്കോപ്പിന്റെ ഇടനാഴിയിൽ വേച്ചു പോകുന്ന ഒരു ഹൃദയം പാൻസ് ഇട്ട ഒരുവനോട് സംസാരിക്കുന്നു. അത് എന്തോ ഒളിപ്പിച്ചു വെച്ചു മിടിക്കുന്നു. ഒരറ വീർത്ത് വലുതാകുന്നു. രോഗികളുടെ നില വളരെ ആശാവഹമാണ്. ഇമകൾ ഇടയ്ക്ക് അനക്കമാളുന്നു. ഇന്ന് ആരും മരിക്കുകയേയില്ല. അടുത്ത അറയിൽ
കട്ടിൽ ഒടിഞ്ഞു വീഴുന്നതിൻ്റെ ശബ്ദം മിടിക്കുന്നു. ശ്വസിക്കാൻ ആകാതെ വലഞ്ഞിരുന്ന ഒരു ഹൃദ്രോഗിയായിരുന്നു അതിൽ. ജീവനു വേണ്ടി വലിച്ചു വലിച്ച് അതുടച്ചു കാണും. കഷ്ടം. ഓ, മുറിയിലേക്ക് ഒരു വൃദ്ധമുഖം പാളുന്നു. മുകൾ നിലയിലെ ജനൽച്ചില്ലിൽ നക്കി നോക്കുന്ന ജിറാഫിന്റെ നീണ്ടുവരുന്ന നാവ്. ഒരു ഏകാന്തതയിലേക്ക് മൃഗശീർഷകം. അത് എൻ്റെ രോഗിയുടെ സുഹൃത്ത് ആകാം. ഇതേ കട്ടിലിന് കാക്കുന്നവൻ ആകാം. പെട്ടെന്ന് സ്റ്റെതസ്കോപ്പിൽ കൂടെ സംഘകാല മുരശ് ഇരമ്പുന്നു. ഇന്നലെ ചവറ്റുകുട്ട വൃത്തിയാക്കുമ്പോൾ അതിലൊരു കൊച്ചിന്റെ ശവം. തൂപ്പുകാരികൾ അത് പറഞ്ഞു ചിരിച്ചു. അമ്മയെ ഒളിപ്പിച്ചു വെച്ച ആ സീതക്കുഞ്ഞ് ആരു തന്നെയാകും. ഒരു രോഗി കണ്ണു തുറക്കുന്നു. ചുറ്റും നിൽക്കുന്നവരെ ഉഴറി നോക്കുന്നു. ഒരു മുഖം അയാൾ തിരിച്ചറിഞ്ഞു കാണും. ഭാര്യ, മകൻ, പേരക്കിടാവ്. രാത്രി ഏറെ കോപാകുലയാകുന്നു. വേഗം വീടെത്തിയാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ അവൾ കോപിക്കും. പക്ഷേ കെട്ടുപിണഞ്ഞ രക്തഞരമ്പുകൾ കൂർത്ത കമാനങ്ങൾ ചൂടിയ എടുപ്പുകളുടെ എല്ലുകളിൽ ഉടക്കി വീണിരിക്കുന്നു. മുന്നോട്ട് നടക്കുമ്പോഴും ആരോ ആരെയോ പിന്നോട്ടേക്ക് വലിക്കുന്നു. എഞ്ചിനീയർമാരുടെ കണക്കുനോട്ടത്തിൽ പഴയ തച്ചുശാസ്ത്രം തകരുന്ന പോലെ. രോഗിയുടെ പിടയുന്ന തേങ്ങലിൽ അധിനിവേശഗാഥ ഉണരുന്നു. വീടിന്റെ സംഗീതം ഒടുങ്ങുന്നു. ഇവിടെ ജീവിതം രോഗം ആയിരിക്കുന്നു. ഇവിടെ മരുന്നും രോഗം ആയിരിക്കുന്നു. അതിനും എന്തെങ്കിലും അർത്ഥമുണ്ടാകും. അർത്ഥങ്ങളാണല്ലോ അനർത്ഥങ്ങൾ. 2. രക്ഷകൻ. തെക്കുവടക്ക് നോക്കിയേ മാർത്ത മുറ്റമടിക്കൂ. അതാണ് പണ്ടു മുതൽ അവളുടെ ശീലം. കുറച്ചുനേരം മുറ്റം അടിച്ചു കഴിഞ്ഞ് ചൂലും തൂക്കിപ്പിടിച്ച് അവൾ അങ്ങനെ നിൽക്കും. ആ നിൽപ്പിൽ നിന്ന് അനങ്ങാൻ ആരെങ്കിലും വിളിക്കണം, അല്ലെങ്കിൽ ശബ്ദം കേട്ട് ഞെട്ടണം. കാൽപ്പനിക കുയിൽ പാടുക തന്നെ വേണം. മുറ്റം അടിക്കിടക്കി മാർത്ത നിൽക്കുമ്പോഴുണ്ട് പൊട്ടൻ സേവ്യർ ഒച്ചയെടുത്തു വരുന്നു. പറ്റവട്ടിയ മുടി, മെലിഞ്ഞ ശരീരം, കുളി കഴിഞ്ഞ് പിഴിഞ്ഞു തോളിൽ ഇട്ട തോർത്ത്, വലതുകൈയിൽ നീണ്ട ഒരു വടി, അതിൻ്റെ നടുവിൽ പിടിച്ച് ആഞ്ഞുള്ള നടത്തം. ഉളിയില്ലാത്ത ആശാരിയുടെ പ്രകൃതം. തികച്ചും ഒരു ആധുനിക പണ്ഡിതൻ. ഇടത്തെ കൈയിൽ കീറിയ പ്ലാസ്റ്റിക് കിറ്റിൽ നടവഴിയിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന തകർന്ന കളിപ്പാട്ടങ്ങൾ, ചരടുകൾ, മനഃശാസ്ത്രത്തിൻ്റെ ഞരമ്പുകൾ, നിരൂപകർക്കു വേണ്ട എല്ലാ കോപ്പുകളും. സേവ്യറിൻ്റെ കവിത കേട്ട് മാർത്ത അവളുടെ തുരീയ നിസ്സംഗത വെടിഞ്ഞ് ഉണർന്നു. വീണ്ടും മുറ്റം അടി തുടർന്നു. സേവ്യർ ആകട്ടെ വെളിച്ചം വരുത്തുവാൻ ആണ് പോകുന്നത്. ഇന്ന് കറണ്ടില്ലല്ലോ സേവ്യറെ എന്ന് ആരെങ്കിലും അവനോടൊന്ന് പറഞ്ഞാൽ കവിത ചൊല്ലി അവൻ നടക്കും. തോന്നുന്ന ഏതെങ്കിലും ഒരു ദിക്കിലേക്ക്. കത്തിക്കിടക്കുന്ന ഒരു ബൾബ് കാണും വരെ അവൻ്റെ പ്രയാണം തുടരും. ലൈറ്റ് കണ്ടാൽ കറണ്ട് വന്നു. കറണ്ട് വരുത്താൻ പോകും വഴിയുള്ള പ്രവാസിയുടെ തിരിയാത്ത ശബ്ദങ്ങൾ ഒരേ സമയം ദേഷ്യവും കൗതുകവും മാർത്തയിൽ ഉണർത്തി. പൊട്ടൻ, അങ്ങനെയാണ് അവൾ ചിന്തിച്ചത്. അല്ലെങ്കിൽ ഒച്ചയെടുക്കേണ്ട കാര്യമുണ്ടോ? അതും വലിയ വഴിയിൽ, പട്ടാപ്പകൽ. അവൾ കൗതുകത്തോടെ അന്നയോട് പരദൂഷണം പറഞ്ഞു. സേവ്യർ പോണുണ്ട്. അവൾക്ക് അത് പറഞ്ഞപ്പോൾ സന്തോഷം. മൂശേട്ട അല്ലല്ലോ,
അന്നയ്ക്കും സന്തോഷം. ചെറിയ സന്തോഷങ്ങൾക്കിടയിൽ കൂടെ, അല്പായുസായ നേർവഴിയിൽ കൂടെ സേവ്യർ വെളിച്ചം തേടി നടന്നുകൊണ്ടേ തുടർന്നു. 50 വർഷങ്ങളെങ്കിലും കഴിഞ്ഞു. അവൻ്റെ നടപ്പ് ഇതുവരെ തീർന്നില്ല. ബോധവൽക്കരണം അവസാനിക്കുകയില്ല. വെളിച്ചം നിൽക്കില്ല. വെളിപാട് പോലെ അത് ഇടയ്ക്ക് കത്തും, പിന്നെയും കത്തും, പിന്നെയും കെടും, പിന്നെയും ഓഫാകും. പിന്നെയും സേവ്യർ നടന്നുകൊണ്ടേ തുടരും. തകർത്തു മഴ പെയ്യുന്ന ദിവസങ്ങളിലും അവൻ 3 നേരം കുളിച്ചുകൊണ്ടേയിരിക്കും. വൃത്തിയും ശുദ്ധിയും അവന് പ്രശ്നമാണ്. അതാണല്ലോ വൃത്തിയും ശുദ്ധിയും. അവൻ്റെ അമ്മയും വൃത്തിയുടെ കാര്യത്തിൽ നിരന്തരം ശ്രദ്ധാലുവായിരുന്നു. വിവാഹിതയാകും മുമ്പേ ഗർഭിണിയാകാൻ അവൾക്കിടവരുത്തിയത് വൃത്തിയാണ്. ഭാഗ്യകാലം വരുന്നു എന്ന് മേരിക്ക് തോന്നി. പക്ഷേ അപ്പൻ്റെ ജ്യേഷ്ഠപുത്രൻ ആയിരുന്നു, സഹോദരസ്ഥാനീയനായിരുന്നു. എന്നിട്ടും കുര്യാക്കോസ് ബോംബെക്ക് വണ്ടി കയറി. പിന്നീട് ഇതുവരെ വന്നിട്ടേയില്ല. അക്കാലത്ത് ഗർഭം അലസിപ്പിക്കാനുള്ള 100 മാർഗങ്ങൾ എന്നൊരു വിജ്ഞാനകോശം രചിക്കുവാൻ വേണ്ട നാട്ടറിവുകൾ മേരി സ്വായത്തമാക്കി. പക്ഷേ എന്നിട്ടും അരിക്കാടിയിൽ അരച്ചു കുടിച്ച ചെമ്പരത്തിപ്പൂക്കളെ തോൽപ്പിച്ചുകൊണ്ട് സേവ്യർ ജനിച്ചു തന്നെ വന്നു. അത് ആരുടെ മറിമായം എന്ന് വീർക്കും വയർ നോക്കി നെടുവീർപ്പ് വിട്ടപ്പോൾ ഒന്നും സേവ്യറിൻ്റെ അമ്മയ്ക്ക് മനസ്സിലായില്ല. അവളുടെ അമ്മയ്ക്കും മനസ്സിലായില്ല. തൻ്റെ ചെറുപ്പകാലത്ത് പലപ്പോഴും വർക്കിയുടെ പ്രലോഭനത്തിൽ വീണ രുചികൾ അയവിറക്കിക്കൊണ്ട്, കഷ്ടം, അവനെ പാമ്പ് എടുത്തുകൊണ്ടുപോയി, അല്ലെങ്കിൽ വീർക്കും വയർ ഒട്ടിക്കാമായിരുന്നു എന്ന് അവരും മകളെ നോക്കി നെടുവീർപ്പ് വിട്ടു. വർക്കിയുടെ വീട്ടിൽ പണിക്ക് പോയിരുന്ന നല്ല കാലങ്ങളെ ഓർത്ത് മനസ്സിൽ താണു. കണ്ണാടിപ്പുഴയിൽ പുതുതായി തുറന്ന സർക്കാർ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർ സേവ്യറിൻ്റെ 4.5 വയസ്സിലും പൊട്ടിയൊലിക്കുന്ന ചിരങ്ങുകളും തുണിക്കഷ്ണം തിരുകി അടച്ചുമൂടിയ ചെവികളും തിരിയാതെയുള്ള പറച്ചിലുകളും വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഗർഭം അലസിപ്പിക്കാൻ നോക്കി, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്. മേരി മിണ്ടിയില്ല. കാര്യം മനസ്സിലാക്കാൻ വേണ്ടത്ര ബോധം അവൾക്കുണ്ട്. ഇപ്പോഴും സേവ്യർ നിരന്തരം നടക്കുന്നു. ഇരിക്കുമ്പോഴും എല്ലാവരും നടക്കുന്നു. ഒരു പക്ഷേ അവരുടെ സ്വപ്നങ്ങളിൽ ലോകം ഒരു തീന്മേശയാകുന്നതിൻ്റെയും കത്തികളും ഫോർക്കുകളും നിറഞ്ഞ് സിനിമ ഒരു തീറ്റ മത്സരമാകുന്നതിൻ്റെയും കടുത്ത ദൃശ്യങ്ങൾ നിരക്കുന്നുണ്ടാകാം. പേടിച്ചാകാം സേവ്യർ 3 നേരം കുളിക്കുന്നു. പിന്നീട് മേരിക്കു പിറന്ന 2 മക്കളും സേവ്യറിന് വല്ലതുമൊക്കെ കൊടുക്കും. തൻ്റെ മകനെ നോക്കി പൊട്ടൻ എന്നും മന്ദബുദ്ധി എന്നുമൊക്കെ പറഞ്ഞ് ഭർത്താവും നാട്ടുകാരും ചിരിക്കുന്നു. അപ്പോൾ തൻ്റെ ചെയ്തികളുടെ ഫലമാണ് ഇതെന്ന് മേരി സമാധാനിക്കുന്നു. ആരും അങ്ങനെ സമാധാനിക്കാനില്ലാതെ മാർത്ത ഒറ്റയ്ക്ക് ജീവിച്ചു കാണിക്കുന്നു. മുറ്റം അടിക്കുന്നൊരു ചൂലു മാത്രമാണ് ദൈവശാസ്ത്രത്തിൽ അവളുടെ ആശ്രയം. ഒച്ചയെടുത്തുകൊണ്ട് സേവ്യർ പോകുമ്പോൾ അവൻ പൊട്ടൻ എന്നവൾ ഓർക്കുന്നു. അവനോ പ്രവാചകനെപ്പോലെ നീണ്ട ഒരു വടിയുടെ ബലവും ഏന്തി വെളിച്ചത്തിലും ദീപം തേടി നടക്കുന്നു. അഭയാർത്ഥികളുടെ കാൽപ്പാടുകളിൽ പെട്ടെന്നു വീണകൾ പാട്ടു തുടങ്ങുന്നു. ആരുടെയോ താളബോധം അശിച്ചുകൊണ്ട് നീങ്ങിപ്പോകുന്ന സേവ്യറിൻ്റെ ഗാനം കാതുകൾക്ക് കുറുകെ കടക്കുമ്പോൾ പുറത്തിറങ്ങാൻ സമയമായി എന്ന് രാവിലെ തോമസിന് തോന്നിപ്പോയി. അവൻ്റെ കർമ്മഫലം ആർ അശിക്കും. 3. അരയന്നമ്മ.
3 വർഷം മുൻപാണ് വർക്കിയുടെ ഭാര്യ അന്നമ്മ മരിച്ചത്. ചെറുപ്പത്തിൽ അവൾ അതിസുന്ദരിയായിരുന്നു. കായൽ തീരത്തെ വലിയ തറവാട്ടിൽ നിന്ന് അവൾ കണ്ണാടിപ്പുഴയിൽ കെട്ടിയേറി വന്നു. 18-ാം ദിവസം സംസാരിക്കാൻ സന്ദർഭം കിട്ടി. അപ്പോൾ വർക്കി പറഞ്ഞു, "നീ അന്നമ്മയല്ല, അരയന്നമ്മയാണ്." കുഴികളെല്ലാം ലജ്ജ കൊണ്ട് നിറഞ്ഞു. കായൽ പരപ്പുകളെ മറന്ന് അരയന്നം കണ്ണാടിപ്പുഴയിൽ നീന്തൽ തുടങ്ങി. ശുദ്ധജലത്തിലെ പരലുകൾക്ക് രുചി കൂടുന്നതായി അവൾ അറിഞ്ഞു. പിന്നെ അവൾ കായലിനെ സ്വപ്നം കണ്ടില്ല. പുഴമീൻ വറുത്തത് ആമാശയത്തെ ഇക്കിളിയാക്കി. അമ്മായിയമ്മ ഏലീശോ പറഞ്ഞു, "മോളെ, മാത്തച്ഛനെ ശരിക്കു നോക്കണം." മാത്തച്ഛനെ അവൾ അന്ന് മകനായി ഏറ്റു. 99-ലെ വെള്ളപ്പൊക്കത്തിന് അവന് വയസ്സ് 5.5. പഴങ്കഞ്ഞിയിൽ ഇഞ്ചി ചതച്ചു ചേർത്ത തൈരും വേപ്പിലയും കാന്താരി പൊട്ടിച്ചതും ചേർത്ത് വിഴുങ്ങി മാത്തച്ഛൻ മിടുക്കനായി പഠിച്ചു. കണ്ണാടിപ്പുഴ കടന്ന് പുറത്തുപോയി. എന്നും കാതങ്ങൾ നടന്നു. അഷ്ടാംഗഹൃദയം ഹൃദിസ്ഥമാക്കി. പിന്നെ പിന്നെ ചരകനും സുശ്രുതനും മാപ്പിളക്കുടിയിൽ സംസ്കൃതം പറഞ്ഞു. തുമ്പയും ഗരുഡക്കൊടിയും പാലിയിൽ ദ്രാവിഡം ഒഴിഞ്ഞു. ഹരിവംശം ചുരുളഴിഞ്ഞ് താഴെ വീണു. മേഘം സന്ദേശകാവ്യങ്ങളിൽ പെയ്തു. വർക്കിക്ക് കള്ളുഹരമായിരുന്നു. എന്നാൽ പച്ചിലയും കത്രികയും പോലെ കഷായം കുടിച്ച് സുഖക്കേട് മാറുമ്പോൾ നാട്ടുകാർ അവൻ്റെ ചികിത്സാവിധിയെ നിർവചിച്ചത് അങ്ങനെയാണ്. അങ്ങനെയാണ് തോമാ വൈദ്യനും കള്ളിനോട് ബഹുമാനം തോന്നിയത്. പക്ഷേ എല്ലാ പരീക്ഷകളിലും ജയിക്കുന്ന മാത്തച്ഛനെ ഓർത്ത് വൈദ്യർ സഹിച്ചു. സഹനങ്ങളുടെ അർത്ഥമാരാഞ്ഞ് മാത്തച്ഛൻ കമ്മ്യൂണിസ്റ്റായി. അന്നമ്മ തിരി കത്തിച്ചു പ്രാർത്ഥിച്ചു, "ദൈവമേ, അവന് സൽബുദ്ധി തോന്നണേ." കുഞ്ഞിക്കുട്ടൻ്റെയും ഇക്കാവമ്മയുടെയും കവിതകൾ ചൊല്ലിത്തർക്കിച്ചിട്ടും ബൈബിൾ സമൂലം വായിച്ചു പഠിച്ചിട്ടും കഷ്ടം, അവന് സൽബുദ്ധി തോന്നി. അമ്മായി അമ്മയും മരുമകളും ഒരേ പേറ്ററയിൽ വേദന കൊള്ളുമ്പോൾ സിയാൽക്കോട്ടിൽ ചെന്ന് അവൻ അർത്ഥരഹിതമായ ഇടംവലം ചവിട്ടി. മേജർ മാത്യു തോമസ്. ബയണറ്റ് കൊണ്ട് പാവകളെ കുത്തിക്കീറി പരിശീലിക്കുമ്പോൾ മുറിയുന്ന ബ്രഹ്മിത്തണ്ടുകളെ ഓർത്ത് ദുഃഖിച്ചവൻ. എന്തു കഷ്ടമാണ്! നമ്മൾ ആരുമല്ല യുദ്ധം തുടങ്ങുന്നതും നിർത്തുന്നതും. ജലങ്ങളല്ല ചുഴികൾ ഉണ്ടാക്കുന്നത്. ശാലകദേശ ഋതുവിലാസങ്ങൾ മഹാഭാരതം കൊണ്ട് മൂളിത്തീർത്ത് മദ്രപുരേശനെ ഓർത്ത് നെടുവീർപ്പുമിട്ട് ദുര്യോധനാവർത്തനീം എന്നുമൊഴിഞ്ഞ് മാത്തച്ഛൻ തിരിച്ചു പോരുന്നുവെന്ന് വർക്കിയോ അന്നമ്മയോ അറിഞ്ഞില്ല. അവർക്ക് മക്കൾ 5 അമ്മായിയപ്പൻ രഹസ്യത്തിൽ തൻ്റെ ഭർത്താവിനോട് കള്ളു ചോദിച്ചു തുടങ്ങിയിരുന്നു. കാലം ആകെ മാറിയിരുന്നു. അപ്പോഴും അന്നമ്മ തിരിനീട്ടി പ്രാർത്ഥിച്ചു പോന്നു. ഇന്ന് തോമസിനറിയാം, ഉത്തരം കിട്ടാത്ത ഓരോ പ്രാർത്ഥനയുടെ അവസാനത്തെയും ഉത്തരമായി അവരോധിച്ചുകൊണ്ട് അവരുടെ മൗഢ്യം നീളുകയായിരുന്നു. മറ്റൊരു മൗഢ്യം പോലെ ജീവിതവും. വാൾ ഇല്ലാതെ പടവെട്ടുന്ന മക്കൾ, നിറം ഇല്ലാതെ ചിന്തുന്ന രക്തം, ചതിക്കുന്ന തെങ്ങുകൾ, ജലത്തിൽ ആഴുന്ന സന്തോഷങ്ങൾ, രാത്രികളിലെ പരിത്യക്ത ഭൂമിയിൽ വറ്റാത്ത കിണർ പോലെയുള്ള പ്രാചീന പുലർക്കാലങ്ങളുടെ
കുറുകലുകൾ. മരിക്കുന്നതിന് 8 നാൾ മുമ്പ് അവൾ തോമസിനോട് ചോദിച്ചു, മോനെ, നീ പറ, ഞാൻ എന്തിനാ ജീവിച്ചേ? രണ്ടാമത്തെ മകൾ കാലിൽ തട്ടി പറഞ്ഞു, ഇത് നല്ല കൂത്ത്. അമ്മയുടെ ഒരു കാര്യം, അമ്മയ്ക്കിപ്പോ എന്താ കുഴപ്പം? ഞങ്ങളില്ലേ? ഞാൻ അനുഭവിക്കുന്നത് വെച്ച് നോക്കിയാൽ അമ്മയ്ക്ക് എന്ത് കുറവാന്നാ പറയണേ? എന്ത് കഷ്ടം, അവൾ ചോദിക്കുന്നതും ശരി. അനേകം ശരികൾക്കിടയ്ക്ക് ഉത്തരം കിട്ടാത്ത ഒരു തെറ്റുപോലെ തെറ്റിപ്പോകുന്ന ചോദ്യങ്ങൾ ശരിയായി വന്നു വീഴുന്നു. വഴുവഴുക്കുന്ന പടവുകളിൽ കൂടെ ഉത്തരങ്ങൾ വഴുതിപ്പോകുന്നു. തോമസിനറിയില്ല, അറിവില്ലാത്ത ജന്മങ്ങൾ എന്തിനുണ്ടാകുന്നു. അന്നമ്മയുടെ പൂർവികരും അവളുടെ പൂർവ്വ ജീവിതങ്ങളും മറവിൽ ആണ്. തോമാ വൈദ്യരുടെ ആയുർവേദത്തിൽ ശരിയായ സുഖക്കേടിന് മരുന്നില്ല. അപ്പോൾ ചികിത്സയുടെ അർത്ഥമെന്താണ്? 4. കൈക്കൂലി മഹാത്മ്യം. കണ്ണാടിപ്പുഴയിൽ നിന്ന് അതിരാവിലെ തിരിച്ചു. എന്നാലേ സാബുവിനെ കണ്ട് മടങ്ങിയെത്താനാകൂ. അവനെ കാണണം. കാലും നെഞ്ചും തകർന്ന് കട്ടിലിൽ മലർന്നു കിടക്കുമ്പോൾ തോമസിന് അവൻ വായ്പ കൊടുത്തു. പലിശ വാങ്ങാൻ മടി കാണിച്ചു. ഇന്ന് അവനെ കണ്ടേ മതിയാകൂ. കൈക്കൂലി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജോലി പോയ അവനെ കാണാൻ തോമസ് ചെന്നു. തുറന്ന വാതിലിനു പിന്നിൽ നിന്ന് അവൻ്റെ ഭാര്യ ചോദിച്ചു, തോമസോ, വരൂ, ഇരിക്കൂ. തോമസ് കടന്നിരുന്നു. ഓരോ മാസവും വാങ്ങുന്ന ശമ്പളം പെട്ടെന്ന് നിന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തോർത്ത് പതുപതുത്ത സെറ്റിയിൽ അമരവേ അലസമട്ടിൽ ആടി അവൻ്റെ വേഷം വന്നു. കുറച്ചായല്ലോ നിന്നെ കണ്ടിട്ട്. തോമസ് ഒന്നുകൂടി അമർന്നിരുന്നു. മനഃപൂർവമല്ലെങ്കിലും മാർക്സിയൻ ദർശനം പഠിച്ച അവൻ്റെ അച്ഛനെ ഓർത്തു. സാബുവിന് പണം വല്ലതും കൊടുക്കേണ്ടി വരുമോ എന്ന പേടി കൊണ്ടാവാം അവൻ പറഞ്ഞതെല്ലാം തോമസ് കേട്ടു. മൂളി മൂളി ഉച്ചയായി. അവൻ പറഞ്ഞു, നമുക്ക് ഒന്ന് ചുറ്റി വരാം. ചുറ്റാം. നല്ല വെയിൽ. അവർ ഒരുമിച്ചിറങ്ങി. സാബു ഇപ്പോൾ വേദാന്തം പഠിക്കാൻ ശ്രമിക്കുന്നുവെന്നും പഠനം ഏകദേശം പരിപൂർണമായി എന്നും മനുഷ്യരാരും പഠന താല്പര്യം കാണിക്കുന്നില്ല എന്നും തലേന്ന് ഊണ് മന്ത്രിയുടെ കൂടെ ആയിരുന്നു, അതിനാൽ ഹാങ് ഓവർ എന്നും സംഭാഷണം തവിടുപൊടിച്ചു. കാർ എടുക്കേണ്ട എന്ന് അവൻ ആദ്യം പറഞ്ഞു. അതിൻ്റെ കാരണം അടുത്ത ബാറ് കണ്ടപ്പോൾ മനസ്സിലായി. അവൻ ചോദിച്ചു, കേറാമല്ലേ? ശമ്പളം വാങ്ങുന്നവനെങ്കിലും പോക്കറ്റിനെ കുറിച്ച് ആധിയോടെ ഓർത്ത് തോമസ് പറഞ്ഞു, കേറിക്കളയാം. അവൻ ബിയർ മാത്രമേ കഴിക്കൂ. ആൽക്കഹോൾ ആരോഗ്യത്തിന് ഹാനികരമാണ്. ബിയറിൽ ആൽക്കഹോൾ കുറച്ചേ ഉള്ളൂ. ബിയർ ഏറെ കഴിച്ചാൽ നല്ലോണം മുള്ളാം എന്ന ഫലിതത്തിൽ ചിരിക്കുക പോലും ചെയ്ത് പോക്കറ്റിൽ പൊത്തിപ്പിടിച്ച ബലഹീനമായ കൈയുമായി ഇരുന്ന് മദ്യപാനം തുടങ്ങി. അവൻ 3 കുപ്പി മുന്തിയ ബിയർ വിട്ടു. ഞാൻ സാധാരണ മദ്യം 4 പെഗും. ആദ്യമായാണ് എന്ന് തോന്നുന്നു അത്രയും കശുവണ്ടി ഒരുമിച്ച് തിന്നുന്നത്. വാസ്തവം പറയണമല്ലോ, അവസാനം ബാറിലെ ബില്ല് അവൻ കൊടുത്തു. തീവണ്ടിക്കുള്ള ടിക്കറ്റും എടുത്തു തന്നു. ഇന്ത്യൻ റെയിൽവേ വളരെ സ്ലോ എന്നും ഇന്ത്യൻ മദ്യം വളരെ ഫാസ്റ്റ് എന്നും വളരെ മുൻപേ അറിയേണ്ട കാര്യങ്ങൾ അവൻ പറഞ്ഞു തരുന്നത് കേട്ട് വേച്ച് നടക്കവേ അവൻ കൈക്കൂലി വാങ്ങാതെ പിടിക്കപ്പെട്ട കാര്യമോർത്ത് എനിക്ക് ശരിക്കും സങ്കടം വന്നു. ഏതോ തിരിവിൽ വെച്ച് പെട്ടെന്ന്
കൈക്കൂലി വാങ്ങിയിട്ടേയില്ലാത്ത അവൻ്റെ അച്ഛനെയും ഓർത്തു. അല്പം മദ്യം ബോധത്തെ തെളിയിക്കും. അവൻ പാണ്ഡിത്യം തെളിയിച്ചത് എന്നെ ചിരിപ്പിച്ചു. ബോധം തെളിയുമ്പോഴാണല്ലോ വെളിവ് ഇല്ലാതെയാകുന്നത്. പിന്നെ തീവണ്ടി പാഞ്ഞു പോവുകയായിരുന്നു. പാഞ്ഞു പോകുന്ന ചിന്തകളായിരുന്നു. കൈക്കൂലി ഉണ്ടെങ്കിൽ നല്ല മദ്യമാകാം. മദ്യത്തിൻ്റെ സുഖം ഓർത്ത് മതിക്കവേ ഇറങ്ങേണ്ടിടത്ത് തീവണ്ടി നിർത്തി തന്നു. ഞാൻ ഇവിടെ ഇറങ്ങുന്നു. ഇല്ല, കൈക്കൂലി കിട്ടുന്ന ജോലി ഇന്ത്യയിൽ എവിടെ തരപ്പെടുത്താനാകും എന്നോർത്ത് എൻ്റെ ചിന്തകൾ യാത്ര പോകുന്നു. കൈക്കൂലിയിൽ പാപം പുരണ്ടിട്ടുണ്ടോ? പാരമ്പര്യത്തിന് വല്ല അർത്ഥവും ഉണ്ടോ? വലിയ ജന്മങ്ങൾ ആരുടെ കൈക്കൂലിയാണ്? കൈക്കൂലിയാണോ പാരമ്പര്യം? വേച്ചു പോകുന്ന 2 പാളങ്ങളിൽ കൂടി എൻ്റെ ജീവിതം പാഞ്ഞു പോകുന്നു. ദൈവമേ, ഈ നശിച്ച ശമ്പളം കളഞ്ഞ് കൈക്കൂലി കിട്ടും ജോലി തരൂ. കൈക്കൂലി തരൂ. അധ്വാനമിച്ഛത്താൽ മദ്യപിച്ചാൽ ലഹരി കിട്ടില്ല എന്ന ദൈവശാസ്ത്രം ഏതു തലച്ചോറിൻ്റെ ബലഹീനതയെന്ന് എല്ലാ തീവണ്ടികളിലും എഴുതി വയ്ക്കൂ. മനുഷ്യർ വായിച്ചു പഠിക്കട്ടെ. ജനൽ അഴികളിൽ കുർബാന വിരിയട്ടെ. ഓടുന്ന കമ്പാർട്ട്മെൻറ്റുകളെ തീവണ്ടിയാക്കി ചെയ്യുന്നവനെ, കൈക്കൂലിയുടെ രസം എനിക്കു തരിക. പെട്ടെന്നാണ് എതിരെ കൂടി മറ്റൊരു തീവണ്ടി അലറിപ്പാഞ്ഞു പോയത്. മുറിഞ്ഞ ചിന്തകൾ തുന്നിച്ചേർക്കാനാകാതെ കണ്ണാടിപ്പുഴയിലെ ഒരു കുട്ടി 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പറഞ്ഞു, അച്ഛാ, എനിക്ക് തീവണ്ടി കാണണം. അച്ഛൻ അവനെ തോളിലേന്തി നടന്നു. കണ്ണാടിപ്പുഴയും വയലുകളും കടന്ന് ദൂരെ എത്തി അവർ കാത്തുനിന്നു. എണ്ണങ്ങളിൽ നിന്ന് എണ്ണങ്ങളായി പെരുകി വാരിയെല്ലുകളെ ഞെരിച്ചു തകർത്ത് പാഞ്ഞ് അലറി അത് എത്തുന്നതും തീരുന്നതും നോക്കി അവർ നിന്നു. അച്ഛൻ ചോദിച്ചു, മോൻ അത് എണ്ണിയോ? അവൻ പറഞ്ഞു, ഇല്ല. അച്ഛൻ പറഞ്ഞു, 100 എണ്ണം. അവന് അത് മനസ്സിൽ കൊണ്ടില്ല. കൊച്ചുകുട്ടിയല്ലേ. വിഷവും ആണ്ടറുതിയും അവനെ വളർത്തി. പേശികൾ തഴച്ചുലഞ്ഞു. ഒരിക്കൽ അച്ഛൻ പറഞ്ഞു, മോനെ, അച്ഛന് അവസാനമായി തീവണ്ടി കാണണം. അവൻ അച്ഛനെ തോളിലേന്തി നടന്നു. പുഴയും തരിശുകളും താണ്ടിക്കടന്ന് ഉയർന്ന എടുപ്പുകളിലൂടെ തിരിഞ്ഞ് നടന്നു ചെന്ന് അവർ കാത്തുനിന്നു. എണ്ണങ്ങളിൽ നിന്ന് എണ്ണങ്ങളായി പെരുകി വാരിയെല്ലുകളെ ഞെരിച്ചു തകർത്ത് പാഞ്ഞ് അലറി അത് എത്തുന്നതും തീരുന്നതും നോക്കി അവർ നിന്നു. അവൻ ചോദിച്ചു, അച്ഛൻ അത് എണ്ണിയോ? അച്ഛൻ പറഞ്ഞു, ഇല്ല. അവൻ പറഞ്ഞു, 100 എണ്ണം. അച്ഛന് അത് മനസ്സിൽ കൊണ്ടില്ല. അച്ഛൻ അല്ലേ. മനസ്സിൽ കൊള്ളാത്ത വഴികളിൽ കൂടി നിത്യം ജീവിതങ്ങൾ പാഞ്ഞു പോകുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, തകർന്ന പാളങ്ങളിൽ മാത്രമേ നിനക്ക് വിശ്രമിക്കാനാകൂ എന്ന് അമറുന്ന തീവണ്ടികളോട് പറയുന്നവൻ ആരോ അവൻ്റെ വാതിൽ അടയട്ടെ. നല്ല സീറ്റിൽ ചാരിക്കിടന്ന് പതുക്കെ കൈക്കൂലിയിലെ പുണ്യമോർത്ത് ഇനി ഞാൻ ഉറങ്ങട്ടെ. 5. വേരുകൾ. എനിക്ക് ഉറങ്ങാനാകില്ല. ഞാൻ ഇറങ്ങി. എൻ്റെ ഉറക്കം കണ്ണാടിപ്പുഴയിലാണ്. എന്തു നല്ല തീവണ്ടി, എന്തു നല്ല ബസ്, എന്തു നല്ല സുഖമുള്ള നടപ്പ്, എന്തു നല്ല ചുമടുതാങ്ങി. പക്ഷേ എനിക്ക് ഇവിടെ വയ്യ. ചുമടുതാങ്ങികൾ ചരിത്രത്തിൻ്റെ തലയോടുകളാണ്. ചരിത്രത്തിലെങ്ങും ദൈവം നേരിട്ട് ഇടപെടുന്നില്ല.
ചരിത്രം മെനയുന്ന കുശവനല്ല ദൈവം. പക്ഷേ ചരിത്രത്തിൻ്റെ അസ്ഥികൂടങ്ങളിൽ ഉടക്കിക്കിടക്കുന്ന വിഗ്രഹങ്ങൾ നല്ല നടപ്പിന് തടസ്സം സൃഷ്ടിക്കുന്നു. തേടാത്ത വള്ളി പോലെ കാലിൽ ചുറ്റി ചൊറിയുന്നു. പ്രതിമകൾ വെറുതെ ചിരിക്കുന്നു. ഞാൻ ചുമടുതാങ്ങിയിൽ ചാരിയിരുന്നു. കഥാപാത്രങ്ങളെ നെഞ്ചത്തടുക്കി ഒരു തൂണിൽ ചാരി അടുത്ത തൂണിൽ കാലുകൾ ഊന്നി നെടും പാളിയുടെ ചുവട്ടിൽ. 1.5 അടി വീതിയുള്ള കാലുകൾ, 1.5 അടി വീതിയുള്ള നെടും പാളി, പഴയ വീട്, ഇറയത്തെ തേക്കുപലക. എന്തു രസമാണ്! ഒരപ്പൂപ്പൻ കല്ലിൽ ചുമടു താങ്ങിയുണ്ടാക്കി ഓർമ്മ ആകുന്നു. ഒരപ്പൂപ്പൻ തേക്കുപലക പാകി ഇറയം രോഗികളുടെ ഇരിപ്പിന് ഇടമാക്കുന്നു. രണ്ടും ഒരേ മണ്ട പ്രണയമാകാം. അവരുടെ കഠിനമായ അസ്തിത്വം തിരശ്ചീനമായൊരു വാസ്തവം. വാസ്തവങ്ങളുടെ അറ്റത്തു നിന്ന് താഴേക്ക് സഞ്ചാരം തുടങ്ങുമ്പോൾ ചുമടുതാങ്ങികൾ ജീവിതം പാടുന്നു. ചിരികൾ പ്രതിഷ്ഠിക്കപ്പെടുന്നു. തലയോടിൻ്റെ മാംസം ചൂളം വിളിക്കുന്നു. ചരിത്രത്തിൽ ചരിത്രം പോലെ അതും ഒരു കാലം ആണ്. കാതുകൾ ഒരുക്കി വെച്ചാൽ ആഴം മുഴങ്ങുന്ന കരച്ചിൽ ആണ്. ശംഖുകൾക്കുള്ളിൽ നിക്ഷേപിച്ച കടലിൻ്റെ ദൈവയന്ത്രത്തിരിപ്പ്, താരാട്ട്, കാറ്റ്, സംഗീതത്തിൻ്റെ അകമുറിയിൽ ഒന്നിൽ ചിരിക്കുന്ന ഫലിതത്തിൻ്റെ പൂജാമൂല. 1.5 നൂറ്റാണ്ട് മുൻപ് തോമസ് ജനിച്ചു. മറിയ എന്നായിരുന്നു അമ്മ. തരിയത് എന്ന് അപ്പൻ. തലയിൽ വെറ്റിലക്കൊട്ടയും ചുമ്മി എന്നും ശിവപുരം താണ്ടും തരിയതിൻ്റെ ആദ്യത്തേതും അവസാനത്തേതും ആയ ആൺതരി. പേര് ദേവസി. ഒറ്റപ്പൂരാടൻ. അയൽപ്പക്കത്തെ വാസുപിള്ളയ്ക്കും ഫലിതം. ദേവസി പഠിക്കാൻ മിടുക്കൻ. 14 വർഷം പഠനം മാത്രം വിഴുങ്ങി അവൻ തലയിൽ തടിച്ചു കൊഴുത്തു. വെറ്റിലയിൽ 100 തേച്ച് അയനങ്ങൾ ഉത്തരം തേടി മുറുക്കി ചുവന്നു വന്നു. പിന്നെ പിന്നെ മടിച്ചു മടിച്ച് എല്ലാവരും പറഞ്ഞു, നല്ല ആശാൻ. ചന്ദനത്തടത്തിലെ കാരണവർ ചൊല്ലി, ആശാൻ എൻ്റെ പേരക്കിടാവിന് 4 അക്ഷരം പറഞ്ഞു കൊടുക്കണം. വായിരത്തേക്ക് വലതുകാൽ വച്ചു കയറി. അപ്പോൾ വിറച്ചിരുന്നു. പേരക്കിടാവ് സരസ്വതി. ചുവടുകൾ ഉറച്ച നൃത്തക്കാരി. കണ്ണാടി പോലെ തെളിഞ്ഞ ശബ്ദമുള്ളവൾ. പുഴകളിൽ മുടിയഴകു ചീകുന്നവൾ. കൂട്ടുപുരികത്തിനു താഴെ പട്ടം പറന്ന് ചരടു പൊട്ടിയുടക്കിയ പേടിയോടെ 2-ാമത്തെ മാസം അവൾ പറഞ്ഞു, ഇഷ്ടമാണ്, ഒരുപാട് ഒരുപാട്. ദേവസി പേടിച്ചു പേടിച്ച് ഇടിവെട്ടിൽ കൂണുകളിൽ പൊട്ടിവിടർന്നു. പള്ളിമുഖപ്പിൽ തറഞ്ഞ് ഉലർന്നു. ചൂടുള്ള ഒരു നോട്ടം ഒരു ജന്മത്തിലെ മുഴുവൻ തണുപ്പും അകറ്റുന്നു. ഉത്തരരാമചരിതം വായിക്കുമ്പോൾ പുതിയ പുണ്യത്തിൻ്റെ വണ്ടുകൾ അവൾക്കു ചുറ്റും പറന്നുപാടി. 3-ാമത്തെ മാസം അവൾ പറഞ്ഞു, ഒരു സംബന്ധാലോചന നടക്കുന്നു. വരണ്ട പേടിയോടെ ദേവസി ചോദിച്ചു, എന്ത്? സരസ്വതി പതുക്കെ പറഞ്ഞു, ബിലാത്തിയിലൊക്കെ പോയി വന്ന ആളാ. എന്നിട്ട് സരസ്വതി എന്തു പറഞ്ഞു? അമ്മാവനൊക്കെ നന്നേ ഇഷ്ടായി. ഒരു മുടി പെട്ടെന്ന് നരച്ചു. എന്നാ പുടകൊട? മേടം കഴിഞ്ഞിട്ട് മതിയെന്നാ എല്ലാവരും പറയണേ. സരസ്വതിക്ക് ഇഷ്ടായോ? എല്ലാവർക്കും നല്ലോണം ഇഷ്ടായി. കടുത്ത ഒരു വാക്ക് ഒരു ജന്മത്തെ ആണിയിൽ തറച്ചു തൂക്കുന്നു. കുനിഞ്ഞ മുഖത്തോടെ അവൾ നിൽക്കുന്നു. അന്ന് പടിയിറങ്ങുമ്പോൾ ദേവസി തുടയെല്ലുവരെ വിറച്ചു.
സരസ്വതിയെ പിന്നെ അവൻ കണ്ടില്ല. തലപൊള്ളിയ ആമയെപ്പോലെ അസ്തിത്വത്തിൻ്റെ കഠിനവേവിൽ പൂഴ്ന്ന് തൊണ്ടുവരെ ആത്മാവ് പതയുന്ന ഭ്രാന്തിനെ വെന്ത ചുണ്ടുകൊണ്ട് നുണഞ്ഞ് ജീവിതം മുഴുവൻ പാകി നെയ്തൊരുക്കിയ കച്ചവട നഷ്ടത്തിൽ തകർന്ന് ചുടുകാട്ടിൽ അവൻ നടക്കുന്നു. വ്യാധിക്ക് മരുന്നുണ്ടാക്കാം, വെറുതെ എങ്കിലും. വിധിക്ക് എന്തുണ്ടാക്കും, വെറുതെ എങ്കിലും. വിശ്വസിച്ച ദൈവങ്ങളുടെ കൽക്കെട്ടുകൾക്കിടയിൽ ചുമടു താങ്ങിക്കടിയിൽ എന്ന പോലെ അവൻ അങ്ങനെ കിടക്കേണ്ടി വന്നു. അതിൻ്റെ കാരണം അവൻ വിചാരിക്കുന്നത് ഒന്നുമല്ല. നാം വിചാരിക്കുന്നത് ഒന്നും ശരിയല്ല. ആര് വിചാരിക്കുന്നതും ശരിയല്ല. വിചാരങ്ങളിൽ ശരി വരില്ല. 6. ബോധങ്ങൾ പോകും പാളങ്ങൾ. മൺമറഞ്ഞ ജനപഥങ്ങളുടെ പാലങ്ങളും കൊടികൾ ചീന്തിയടിഞ്ഞ കൊടുങ്കാറ്റുകളുടെ സംസ്കാര പറമ്പുകളും പിന്നിട്ട് ശിവബോധം ചൂളം കുത്തി പാഞ്ഞു വരുന്നു. നെഞ്ചിലമർന്ന നൂറ്റാണ്ടുകളെ മുഴുവൻ വെളിച്ചം നഗ്നമാക്കി പ്രദർശിപ്പിക്കുന്നു. അതീത ചരിത്ര സ്റ്റേഷനുകൾ താണ്ടി അന്ന് ദേവസി ഗൗഡദേശത്ത് ജനിച്ചു. അച്ഛൻ കാലുകൾ നിവർത്തി നീട്ടി കോലായയിൽ തൂണും ചാരിയിരുന്നു മുറുക്കി. കാതുകളിൽ സ്വർണക്കടുക്കൻ, അല്പം മുഷിഞ്ഞുലഞ്ഞ കുത്തിയുടുപ്പ്, വായിൽ നിറച്ചു താമ്പൂലം, വൃത്തികെട്ട കുടവയറ്, ആവശ്യത്തിനും അനാവശ്യത്തിനും വളിവിടുന്ന ധാർഷ്ട്യം. അകത്ത് ഗർഭിണി വേദന കൊണ്ടു ഞെരിഞ്ഞു. വയറ്റാട്ടി ഭയന്നു. തല തിരിഞ്ഞാണത്രേ പുതുസന്താനക്കിടപ്പ്. അവൾ കീഴാർനെല്ലി ചതച്ച് ഗർഭിണിയെ സമൂലം ഒഴിഞ്ഞു. സമസ്ത പ്രാർത്ഥനകളും ഉരുവിട്ടു. തേൾകുത്തിയ കുരങ്ങിനെ തിന്ന് ആർത്തമായ ഒരു വിലാപത്തോടൊപ്പം പരപീഡന ജന്മം പുലർന്നു. ആരോ കലപില ശബ്ദത്തിൽ പറഞ്ഞു, ആണ്. ജ്യോതിഷ പണ്ഡിതനോട് അച്ഛൻ കണ്ണുകൊണ്ട് ചോദിക്കുന്നു, എങ്ങനെ? അയാൾ പറഞ്ഞു, തിരുവാതിര, മിഥുനം, 6 വർഷം ബാലാരിഷ്ടത, പിന്നെ ഗംഭീരം. അച്ഛൻ അത് കേട്ടാൽ മതി. അയാൾ ഒരു തികഞ്ഞ വിഡ്ഢിയായിരുന്നു, സമ്പന്നനും. വിഡ്ഢിത്തത്തിൽ അമ്മയും മോശമല്ല. സർപ്പപൂജ നടത്തി. അതുകൊണ്ടാണ് ആയില്യത്തിൽ സുമജാതകം വന്നത്. അവളുടെ അച്ഛൻ എപ്പോഴും പറഞ്ഞു, അഭിരാമിക്ക് അതുകൊണ്ടാണ് ഗണപതിയെ ഭർത്താവായി കിട്ടിയതത്രേ. ശരിയാകാം, ആരറിഞ്ഞു? ആയില്യം ആണുങ്ങൾക്കാണല്ലോ. ഗണപതിയുടെ മുറ്റത്ത് വൈക്കോലിൽ നെയ്തുറപ്പിച്ച നെൽവട്ടികൾ. വീടിന് ദർശനം കിഴക്കോട്ട്. കന്നിരാശിയിൽ മീൻ നിറഞ്ഞ കുളം, കടവ്. 6 വർഷം നീന്തിക്കടന്നത് ചന്ദ്രശേഖരൻ അറിഞ്ഞതേയില്ല. 7 തികഞ്ഞു. അവൻ അച്ഛൻ്റെ സ്വർണ വ്യാപാരത്തിന് പുതിയ അർത്ഥങ്ങൾ കണ്ടു തുടങ്ങി. 8 കമ്മലുകളുടെ വില പഠിച്ചു. 16 തികയും മുൻപേ അച്ഛൻ്റെ ശേഖരത്തിൽ നിന്നും പാദസരങ്ങളും അലുക്കുകളും കാണാതായി തുടങ്ങി. അരഞ്ഞാണം ചുറ്റിയ ചുവടുകൾ ചന്ദ്രശേഖരനോടൊത്ത് നൃത്തമാടി. പാരമ്പര്യ പഴമ പോലെ അമ്പലക്കുളത്തിൻ്റെ തെക്കുവശത്തുള്ള കാഞ്ഞിരം അവന് വിലാസകേന്ദ്രമായി. ഇലതിങ്ങിയ ഒളിവിൽ അവൻ ഇരുന്നു. രത്നകുമാരിയെ നോക്കി, കണ്ടു, ഇഷ്ടപ്പെട്ടു. കഷ്ടം, രത്നകുമാരി മാത്രം കീഴെ അമർന്നില്ല. സമാധാനത്തിനു വേണ്ടി മഹായുദ്ധം തുടർന്നു. തണൽ തടങ്ങളിലും അമ്പലമുറ്റത്തും ഉത്സവകാലങ്ങളിലുമൊക്കെ ഒളിപ്പോർ വളർന്നു. അവസാനം അവൾ പറഞ്ഞു, ചന്ദ്ര, ഞാൻ ഗർഭിണിയാണ്, വാക്കു പാലിക്കൂ. എന്തു വാക്ക്? അവൻ ചിരിച്ചു. തിരസ്കാരങ്ങളുടെ പല്ലുകൾ പൂണ്ട പൂർണ്ണ വിചാരങ്ങളുടെ കഴുത്തു നീളുന്ന മൃഗബോധങ്ങൾ. ദുഷ്ടക്കൂട്ടങ്ങളുടെ പ്രഹരം ഭയന്ന് പൂജാരിയുടെ ശബ്ദം ചിലമ്പി നേർത്തു.
ശാരദാമണിയുടെ ചിരി ഓർമ്മയിൽ ഉയർന്നു വരാത്തവണ്ണം തട്ടിയമർത്തി ഗണപതി ചിരിച്ച് അരികിൽ നിൽക്കെ നാട്ടുകൂട്ടം വിധി പറഞ്ഞു. ഗണപതിയുടെ സ്വത്തിൽ മോഹിച്ച് പൂജാരിയുടെ മകൾ നുണ പറയുന്നു. മരിച്ചിട്ടും തീരാത്ത സങ്കടം പോലെ അമ്പലത്തിന് തെക്കുവശം കാഞ്ഞിരത്തിൽ അവൾ തൂങ്ങിയാടുന്ന വാർത്ത ചന്ദ്രശേഖരനെ ഉലച്ചതേയില്ല. അവൻ ആരോഗ്യവാനായിരുന്നു. മുറുക്കാൻ നീട്ടിത്തുപ്പി ഗണപതി വാർത്തകൾ മനസ്സിൽ നിന്നു തിരസ്കരിച്ചു. അയാൾ പരിചയസമ്പന്നനായിരുന്നു. അഭിരാമി സദ്യ ഒരുക്കുമ്പോൾ വേലക്കാരികളെ ശകാരിച്ചു ശബ്ദമുണ്ടാക്കി. അവളുടെ പൊളിവ്യതകൾ അപ്പാടെ വൃത്തികെട്ട ശബ്ദങ്ങളിൽ മുങ്ങി മരിച്ചു. അവൾക്ക് എല്ലാം പരിചയമായിരുന്നു. ആഘോഷങ്ങളുടെ ആർപ്പുവിളികൾക്കിടയിൽ ചന്ദ്രശേഖരനും അതൊക്കെ മറന്നു. മറവി പുണ്യമാണെന്നു കണ്ട് പിന്നീട് ഓർമ്മകൾ അറ്റവൻ എന്നും വിലപിച്ചു. കുട്ടികൾ പിറക്കാതെ ആയപ്പോൾ കടുപ്പത്തിൽ രത്നത്തെ ഓർത്തു. നമ്മൾ ചിലപ്പോൾ ചായ കുടിക്കും പോലെ. അച്ഛനമ്മമാരുടെ പരമ്പരയിൽപ്പെട്ട സ്വത്തുക്കളെ ഓർത്തു സങ്കടപ്പെട്ടു. വെളിവിന് അങ്ങനെയും വരാം, വെറും സങ്കടം വരും പോലെ. അവസാനം ഒറ്റയ്ക്കായ കാലം സ്വർണ്ണ നാണ്യങ്ങൾ അമ്പലത്തിന് കാണിക്ക വെക്കേണ്ടി വന്നു. കൽക്കെട്ടുകൾക്ക് ഇടയിൽ കിടക്കുമ്പോൾ ദേവസി എല്ലാം കാണുന്നു. അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: എൻ്റെ ദൈവമേ, കൈവിട്ടു നീ എന്നെ എന്നു ചിന്തിച്ചാസ്വദിക്കാൻ കൈപിടിപ്പവനല്ലൊരിക്കലും നീ. എൻ്റെ ദൈവമേ, കൈപിടിച്ചുയർത്താൻ നീ വരുമെന്നാശ്വസിക്കാൻ കൈപിടിപ്പവനല്ലൊരിക്കലും നീ. ഇതാണ് ഞാൻ എത്തിച്ചേർന്ന ജീവിതം. ഇതാണ് ജന്മകർമ്മ പരിശിഷ്ടം. കൈ പിടിക്കാനും കൈ വിട്ടിടാനും നീ വരില്ലൊരിക്കലും. ജീവിതം ഏകാന്തമാം. ചിതയുടെ മുകളിൽ ചൂടുകൊള്ളുമ്പോൾ ചന്ദ്രശേഖരനും എല്ലാം മനസ്സിലായി. ആത്മാവിൻ്റെ നഗ്ന സൂക്തം മെനഞ്ഞ് അവൻ ചിന്തിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നു കേൾക്കാം. അവസാന സത്രത്തിന് മുൻപിൽ കുതിരകൾ കിതച്ചുകൊണ്ടു നിൽക്കുന്ന ഈ തെരുവോരത്ത് വൃത്തികെട്ട പകൽക്കിനാവുകളുടെ പൊറുതി വാർന്ന് ജന്മം ശൂന്യമാകുമ്പോൾ, ഓ, ഇന്ന് നിന്റെ സന്ദേശം ഞാൻ തിരിച്ചറിഞ്ഞു. നീ വരില്ല. വരേണ്ടതുണ്ടെങ്കിൽ നീ വരുമായിരുന്നു. പണ്ടേ വന്നെത്തിയിരിക്കുമായിരുന്നു. അവസാനത്തെ സത്രത്തിലും ആഹാരക്രമത്തിന് മാറ്റം ഇല്ല. പഴയ തണുത്ത ഭോജ്യം, മുഷിഞ്ഞ രുചി, ഏകാന്തം, ജീവിതം. തിരിച്ചറിയുന്നതിൻ്റെ പ്രകാശം ചന്ദ്രശേഖരൻ്റെ കണ്ണാടിയിൽ കൂടെ പുതിയ ബിംബമായി കടന്നു വരുന്നു. വടക്കൻ ദേശത്ത് നൗസാരി ഗ്രാമത്തിൽ അവൻ പണ്ടു ജനിച്ചു. ചാലൂക്യന്മാരുടെ പിന്തുടർച്ച അവകാശപ്പെടുന്ന ധനികനായൊരു വിഡ്ഢി ക്ഷത്രിയ കുടുംബത്തിൽ സത്യശീലൻ എന്ന പേരിൽ ജീവിച്ചു. അവനും രാമായണം കേട്ടു, ഭാരതം കേട്ടു, ഭഗവത്ഗീതയെപ്പറ്റിയും കേട്ടു. അന്നാണ് അവൻ്റെ തല തിരിഞ്ഞത്. തല തിരിയാൻ ഒരു കാരണം പറയണം. ഞാൻ, തോമസ്, ആ പേര് പോലും ഞാൻ എനിക്കിട്ടതല്ല. ഗീത കേട്ടു തല തിരിഞ്ഞ സത്യശീലൻ കർമ്മസിദ്ധാന്തത്തിൽ വീണ് ഇടറി. കൂടുതൽ ധനികനാകാൻ വെമ്പി. ജ്യോതിഷത്തിൽ പോലും വിശ്വസിച്ചു. വൈദ്യനാഥന്റെ ജ്യോതിഷ ഗ്രന്ഥം കേടുപറ്റാതെ സൂക്ഷിച്ചു. തൊലിവെളുത്ത വിദേശികൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും നൗസാരിയിൽ കുടിയേറുന്നത് കണ്ട് അവർ ഒക്കെ ദേവജന്മങ്ങൾ എന്ന് വിശ്വസിച്ചു പോയ ഗ്രാമീണരുടെ ലാളിത്യത്തെ മുതലെടുത്തു. എന്തു ചെയ്യാം? സത്യശീലന്മാർ ഒറ്റുകാരാകമൂലം ദേവജന്മങ്ങൾ എന്നു നടിച്ച വിഡ്ഢികൾ കൊണ്ടുവന്ന പേരു തന്നെയാണ് ഇന്നും എനിക്ക് ഇട്ടിട്ടുള്ളത്. കഷ്ടം, ഞാൻ തന്നെയാണ് എൻ്റെ പേർ ഇട്ടത്. നമുക്ക് നാം അല്ലാതെ മറ്റാർ പേരിടും? നമ്മുടെ പേരിനെ നമുക്കല്ലാതെ മറ്റാർക്ക് കണ്ടെത്തുവാനാകും?
ചുമടുതാങ്ങിയുടെ ചുവട്ടിൽ കിടന്ന് ഞാൻ ഓരോന്നും കണ്ടെത്തുന്നു. പേരുകളുടെ കഥകൾ അപ്രസക്തങ്ങൾ. ജന്മങ്ങളുടെ നാൾവഴി പുസ്തകത്തിൽ പേരുകൾ ഇല്ല, ആകൃതികളേ ഉള്ളൂ. അതു സത്യശീലൻ അറിഞ്ഞിരുന്നേയില്ല. 14-ാം വയസ്സിൽ വിവാഹിതൻ ആയ ശേഷമാണ് അവൻ ചഞ്ചലപ്പെട്ടത്. ഒറ്റുകാശിൻ്റെ തിളക്കമാണ് അവൻ്റെ ഉൾക്കണ്ണുകളെ അന്ധമാക്കിയത്. കാഞ്ഞിരക്കുരു പൊടിച്ച് കൂവളമജ്ജ കൊണ്ട് ഉണ്ടാക്കുന്ന വിശിഷ്ട ഭോജ്യത്തിൽ ചേർത്ത് അവൻ രുക്മിണിയെ കുടിപ്പിച്ചു. നട്ടെല്ലിന് വേദന തുടങ്ങി. അവൻ വൈദ്യന്മാരെ വർജിച്ചു. അസുഖം മൂർച്ഛിച്ച് 8-ാം നാൾ അവൾ മരിച്ചു. നിഗൂഢമായ ചിരി ചേർന്ന വാൾപ്പിടിയിൽ മുറുകെ പിടിച്ച് അവൻ ദുഃഖം അഭിനയിച്ചു. അഭിനയത്തിലൂടെ അനേകം സ്ത്രീകളുടെ കർമ്മവിഭാഗങ്ങളിലേക്ക് കടന്നു ചെന്നു. പിരിയുന്ന കുടുംബങ്ങളെ നോക്കി കർമ്മ അധ്യായം ഉരുക്കഴിച്ചു. മനഃപൂർവമല്ല, മനഃപൂർവം ഒന്നും നടക്കുകയില്ല. ശുഭജാതകയായ അമ്മ അവനെ ഓർത്ത് തളരാത്ത ദിവസമില്ല. രോഹിണിയാണ് നക്ഷത്രം. കഷ്ടം. ഷഷ്ടിയാണല്ലോ തിഥി. 7-ൽ ശുക്രനും. അവൻ പെൺശാപങ്ങൾ നെയ്ത് അണിഞ്ഞു. ഉപജാപങ്ങളുടെയും ശാപങ്ങളുടെയും പിന്തുടർച്ചകളുടെ അർത്ഥമറിയാതെ എപ്പോഴും കർണന്റെ കഥ പറഞ്ഞു. പിന്നെ വയസ്സായി ദാനധർമ്മം തുടങ്ങി. നന്നായി ദാനം ചെയ്യാൻ പോലും അവൻ അറിയില്ലായിരുന്നു. മരിക്കുമ്പോൾ സ്വത്തുക്കൾ ബാക്കി. ഒറ്റുകാശിൻ്റെ വളം കൊണ്ടു വിളഞ്ഞ കൊയ്തു തീർക്കാൻ പറ്റാത്ത വയൽ. വയലിൽ വീണ ബൈബിൾ പോലെ ചന്ദ്രശേഖരൻ്റെ ജന്മം പുസ്തകം തുറന്നു. കൊയ്ത്തുപാടത്തുകൂടെ നടക്കുമ്പോൾ ചന്ദ്രശേഖരന് അതറിയില്ലായിരുന്നു. ദേവസിയും അതറിഞ്ഞിരുന്നേയില്ല. ആരും ഒന്നും അറിയുന്നില്ല. അറിയുന്നത് അറിയേണ്ടതിനെയല്ല. തൻ്റെ കാലു പതിയുന്ന മണ്ണിനെ സത്യശീലനും അറിഞ്ഞതേയില്ല. ചാലൂക്യന്മാർക്ക് മുൻപേ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഏറെ പരിണമിച്ചിട്ടുണ്ടാകാം. ആകാം. പക്ഷേ പോലും. എന്നാൽ കഷ്ടം തുടങ്ങിയ വൃത്തികെട്ട കയ്യാലകൾക്കപ്പുറം വിധിച്ചതേ ഓരോരുത്തനും ചെയ്യുന്നുള്ളൂ. വിധിക്കപ്പെടാത്തത് എങ്ങനെ ചെയ്യാനാകും? എന്തു ചെയ്താൽ അത് വിധിക്കപ്പെടാത്തത് അല്ല എന്ന് നിർണയിക്കാനാകുമോ? അവിടെയാണ് കഴുതകൾ പാട്ടുപാടുന്നത്. മനുഷ്യൻ വിധിയോട് മല്ലിടുന്നത്. ദൈവരഹിതമായ ചരിത്രത്തിന് സമാന്തരമായി അനേകം ഏകാന്ത ജന്മങ്ങളെ നോക്കിക്കാണുന്നത്. ക്ഷുദ്രമായ ഇച്ഛാശക്തിയെ ഹൃദയ ദൗർബല്യം കൊണ്ട് തിരസ്കരിക്കുന്നത്. ചുമടുതാങ്ങികൾക്കടിയിൽ തകർന്നു കിടന്നുകൊണ്ട് വിലപിക്കുന്നത്. വിലാപം തിരിച്ചറിവിൽ എത്തുന്നു. വിഡ്ഢിത്തങ്ങളുടെ ആയുധപ്പുരകളിൽ ഏകാകികളായ പോരുകൾ എന്നെ കാത്തിരിക്കുന്നു. തിളങ്ങുന്ന എല്ലാ വരവുകൾക്കു താഴെയും ഞാനുണ്ട്. പച്ചക്കൊടിയും വീശി സ്റ്റേഷനിൽ ചൂളം വിളിക്ക് കാതോർത്തു നിൽക്കുന്നു. 7. ആദിപാപത്തിൻ്റെ കാര്യാലയം. ഞാൻ കാത്തു നിൽക്കുന്നു. തുറന്ന കൈകളിൽ ഒഴിഞ്ഞ തെരുവുകൾ, കലാപങ്ങൾ വാർന്നു തീർന്ന കവലകൾ, തകർന്ന പൗരാണിക സ്തംഭങ്ങൾ, താഴെ പതിച്ച ഭീമൻ മുഖപ്പുകൾ, നൂറ്റാണ്ടുകളോളം ആഞ്ഞടിക്കുന്ന ആളൊഴിഞ്ഞ ചുഴലിക്കാറ്റു തീർന്ന് നിറങ്ങളുടെ സ്റ്റേഷനുകൾക്കിടയ്ക്ക് നിലയ്ക്കാതെ പായുന്ന തീവണ്ടി നെഞ്ചിൽ. ഞാൻ ജീവിക്കുന്നു. വലുതാകും തോറും വലിയ വെട്ടുകളുടെ എണ്ണം പഠിക്കുന്ന മരങ്ങളോടൊപ്പം. സ്മാരകശിലയിൽ സത്യശീലനു മുൻപ് എൻ്റെ പേർ ഇതായിരുന്നില്ല. കൈമുദ്രകളും ജാതകവും ഇന്നത്തേതായിരുന്നില്ല. പാപജാതകവും നിറച്ചു പേടിയും പേറി സൗരാഷ്ട്രത്തിലെ ഒരു ചെറിയ പട്ടണത്തിൽ ഞാൻ ജനിച്ചു. മരോട്ടി എണ്ണ കത്തുന്ന മണവും ശ്വസിച്ചു വളർന്നു. സുഖങ്ങളോ സമാധാനങ്ങളോ വീണുകിട്ടാത്ത അനേകം തൊഴിലുകളായിരുന്നു കർമ്മം.
ചുടുകാടിന് അരികിലൂടെ ആയിരുന്നു വീട്ടിലേക്ക് പോകുന്ന ഒരു ഒറ്റ വഴി. അത് എന്നും നീളമുള്ളതായിരുന്നു. പേടി മാറാൻ അന്നു പാടിയ പാട്ടുകളാണ് ഞാൻ ഇന്ന് ഓർത്ത് എടുക്കുന്നത്. കഴുതത്തല്ലുകൊണ്ട് പിളർന്നൊടിഞ്ഞ അസ്ഥികളായിരുന്നു അവസാനകാല ഊന്നുകൾ. ഒട്ടകം കാർന്നു പറിച്ച തലമുടിയോട് ഒപ്പം ഊരിപ്പോയ തൊലി ഉണങ്ങിപ്പാടു വീണ തല ലക്ഷണം. സ്വരൂപിച്ച മുതൽ കൊള്ളയടിക്കുമ്പോൾ കവർച്ചക്കാരും പിറുപിറുത്തിരുന്നു. വിധി കൊണ്ടുപോകാൻ കൂട്ടിവയ്ക്കുന്നു. ലാഭാധിപൻ ബാധാസ്ഥാനത്താകയാൽ അങ്ങനെയൊക്കെ തന്നെയാകുമെന്ന് ജ്യോത്സ്യന്മാരും പറഞ്ഞു തന്നു. എന്തു നല്ല കച്ചവടം! ഞാൻ ഓർത്തിരിക്കാം. ഓർമ്മകളിൽ ഓരോ നുണ പറയുമ്പോഴും മറവിയുടെ മറുവശത്ത് ശരിയുണ്ട്. നിത്യസത്യങ്ങളിൽ എപ്പോഴും വൃത്തികെട്ട ഒരു വാസ്തവം ഉണ്ട്. വാസ്തവത്തിൽ ഇതൊക്കെയാണ് കാലം ഇല്ലാത്ത കച്ചവടകാലം. അങ്ങനെയുള്ള ഒരു കാലത്ത് എനിക്ക് കലശലായ വാതരോഗം തുടങ്ങി. അന്നു മുതൽ വൈദ്യന്മാരെ സ്വപ്നം കണ്ടു. തോമാ വൈദ്യൻ അവതാരം കൊണ്ട് വിരൽ ഈമ്പി നീന്തി നടക്കുന്നു. എല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. എല്ലാം വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നു. ചിലത് വെള്ളത്തിൽ താണ് ഒഴുകുന്നു. പാരമ്പര്യം നാം വിചാരിക്കും പോലെയല്ല. വരും തലമുറകളിൽ അത് തുടങ്ങുന്നു. എല്ലാ നൂറ്റാണ്ടുകളിലും ഇന്നത്തെ വിഡ്ഢിത്തത്തിനു പറ്റിയ ചോദ്യം ഉണ്ട്. ശരികൾക്ക് മുന്നോട്ടേക്കും ചരിത്രം ഉണ്ട്. വേരുകളും മുൻകാഴ്ചയും ഉണ്ട്. പൂക്കളും ആകാശവും കാറ്റുകളും ഉണ്ട്. എന്നെ ഞാൻ കണ്ടെടുക്കുന്നത് പഴയ കാറ്റുകളിൽ നിന്നാണ്. ജൈവശൃംഖലയുടെ ഏതോ അറ്റത്തുനിന്ന് മുൻവിളി കേട്ട് യാത്ര തുടങ്ങി ഒരുവൻ വാതരോഗിയായി. പിന്നിട്ട ഓരോ ചുവടും നെഞ്ചിൽ ചേർത്ത് ചവിട്ടടിപ്പാട് ആർന്നവൻ. ചെറുപാറ്റകളെയും ശലഭങ്ങളെയും കരടികളെയും പിന്നിട്ട് എത്തിയവൻ. മുദ്രാലങ്കാര രാക്ഷസൻ. നാടകത്തിൻ്റെ അംഗങ്ങളും തിരശ്ശീലകളും ഇന്നും എനിക്കജ്ഞാതമാണ്. എങ്കിലും പതിഞ്ഞ മുദ്രകളെ ഓമനിക്കാനാകും. അവൻ്റെ 7-ാം വയസ്സിൽ കുലഗുരുവായ ആചാര്യ സുദേവൻ്റെ ഗുരുകുലത്തിൽ എത്തി. അതായിരുന്നു പാഞ്ചാലപുരത്തെ പ്രസിദ്ധ പാഠശാല. 7 വർഷം കടുത്ത ബ്രഹ്മചര്യം. തലയിൽ വിജ്ഞാനത്തിൻ്റെ ഭാരം. ഗുരുദക്ഷിണയെക്കുറിച്ചു മാത്രം ചിന്ത തുടങ്ങിയ കാലം. ഏകാന്ത സായന്തനം. അടുപ്പിൽ നിന്ന് വാങ്ങിവെച്ച പാത്രത്തിൽ സൂര്യൻ്റെ പൊന്മൂടി പൊങ്ങിത്താഴുന്ന വിശാല ചക്രവാളം. താഴും ജ്വാലകൾ. പൂത്ത പാച്ചോറ്റി മരത്തിനു താഴെ നിൽക്കെ അരുവിയുടെ തെളിഞ്ഞ കണ്ണാടിയിൽ സ്നാതാർദ്രയായ ഗുരുപത്നി. ആറാഞ്ഞിലി മരത്തിൻ്റെ തൊലി ചതച്ചു മെരുക്കിയ നേർത്ത വൽക്കലത്തിൽ അവൾ എഴുന്നേറ്റു നിന്നു. അവൻ അത് നോക്കി നിന്നു. കൈവിരൽ തുടയിൽ താളം കൊണ്ടു. പുതിയ കനലുകൾ കുന്തിരിക്കത്തിൽ ചുഴിഞ്ഞാഴ്ന്നു. ആര്യരമണിക. ഓ, അരക്കെട്ടിലൂടെ വെരുകുകൾ സുഗന്ധം ഉരച്ചു പായുന്നു. കണ്ണുകളിൽ കൂടി സിംഹപ്രവാഹങ്ങൾ കാമം ഗർജിക്കുന്നു. ഗുരുകുലത്തിലെ മാനുകളെ ജനപഥങ്ങളിലേക്ക് നയിക്കുന്ന കാട്ടുതീയിൻ്റെ ആദ്യാക്ഷരം വിരിഞ്ഞു തുറന്ന പൊക്കിൽക്കുഴി. ഈശ്വര! അവൻ ഈശ്വരനെ വിളിച്ചു. ഗുരുവാണ് അത് കേട്ടത്. കടുത്ത മുടിക്കെട്ടുലഞ്ഞു. വിലക്കപ്പെട്ട അധിനിവേശത്തിൻ്റെ കനിക്ക് തപിച്ചതിനാൽ ശൂന്യവൃക്ഷങ്ങൾ 7 ചുറ്റിക്കടന്ന് നീ വരൂ. ചിതയ്ക്ക് മുകളിൽ
ചൂടുകൊള്ളുന്ന തൻ്റെ ശരീരത്തെ തിരിഞ്ഞു നോക്കിക്കാണുകെ സത്യശീലന്റെ മുൻമുറ ഗോപനാഥന് അത് എല്ലാം മനസ്സിലായിരുന്നു. അതുകൊണ്ട് പുതിയ ജന്മം ചൂടി. കേതുവിൻ്റെ വാൽ മുറിഞ്ഞ ജാതകവും പേറി കത്തുന്ന യൗവനത്തോടെ തീയിൽ ഒടുങ്ങി. ചിതയിൽ നിന്നും വീണ്ടും ഉയർത്തെണീറ്റ് സത്യശീലന്റെ കുടുംബത്തിൽ പതിച്ചു. ചിതയ്ക്കു മുകളിൽ ചൂടുകൊള്ളുന്ന ശരീരത്തെ തിരിഞ്ഞു നോക്കിക്കാണുകെ സത്യശീലനും കാര്യം മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവൻ ചന്ദ്രശേഖരന്റെ കുടുംബത്തെ തേടി വിഹായസുകളിൽ ഒടുങ്ങാത്ത അന്വേഷണം നടത്തി. പൊലിയോ പൊലി എന്നു പാടി കറ്റമെതിക്കുന്ന പെണ്ണുങ്ങൾ പണ്ടേ പാടിത്തീർത്ത മണ്ടത്തരമാണ് കാലം എന്ന് മനസ്സിലോർത്ത് ദീപനാളങ്ങളുടെ വിധാനം ചികഞ്ഞ് ഒറ്റയ്ക്ക് ഇരുന്ന് പൊരുന്തി. പ്രതിഭാദരിദ്രരായ ദൈവങ്ങൾ വെള്ളത്തിനു മുകളിൽ കൂടി നടന്ന് കടത്തുകൂലി ലാഭിക്കുന്നു. അപ്പോൾ നല്ല കച്ചവടം നടത്താൻ ഒക്കത്ത് പണം വേണമല്ലോ. അതുകൊണ്ടാണ് ചന്ദ്രശേഖരൻ നെഞ്ചിൽ സ്വർണ്ണ നാണയം പൂഴ്ത്തി വെച്ച് തരിയതുമറിയമാരെ തേടിയത്. ഏതോ ചെറിയൊരു നാടുവാഴി ഏതോ വലിയവന് കപ്പം കൊടുക്കുമ്പോൾ ഇന്നത്തെ ഉത്തര കേരളത്തിൽ ദേവസി എന്നു ജ്ഞാനസ്നാനം കൊണ്ടത്. സ്വന്തം കുഴിയിൽ കിടക്കുന്ന ശരീരത്തെ തിരിഞ്ഞു നോക്കിക്കാണുകെ ദേവസിക്കും കണ്ണാടികളുടെ ലോകം തുറന്നു കിട്ടി. പുതിയ ആകാശത്തിലൂടെ, ഭൂമിയിലൂടെ, വിളവ് ചാഞ്ഞുറങ്ങുന്ന വരമ്പിലൂടെ മാത്യു എന്ന ദമ്പതികളെ തേടി നടന്ന് അവൻ തോമസ് ആയിട്ട് നിറം ചൂടുന്നു. ദൈവരഹിതമായ ചരിത്രത്തിൻ്റെ വയലുകളിൽ ഹീനജന്മങ്ങളുടെ വിളവ് ചായുന്നത് കണ്ട് ഒരാൾ അമ്പരപ്പിൻ്റെ അംശവടി ഏന്തുന്നു. കണ്ണാടിപ്പുഴ അവിരാമം ഒഴുകുന്നു. മഴകളിൽ കർമ്മം തളിർക്കുന്നു. ഭയാതുര മിഴികൾ കൊണ്ട് അവൻ വീണ്ടും കാണുന്നു. ഇനിയും 4 ദശാബ്ദങ്ങൾക്കു ശേഷം ചൂടു താങ്ങാത്ത മാംസശരീരവും പേറി താഴ്ന്ന ജാതിയിൽ അവൻ ജനിക്കുന്നു. കടലിനോട് വളരെ അടുത്തതും വരണ്ടതുമായ ഒരു കീറു സ്ഥലവിധാനത്തിൻ്റെ അറ്റത്ത് അധസ്ഥിതർ എന്ന് സ്ഥിതിസമത്വവാദികളും ദൈവത്തിനു മുൻപിൽ തുല്യർ എന്ന് ദൈവാസമത്വങ്ങളും നോക്കി വീർപ്പിടുന്ന ഒരു കുടുംബവും ഒരുങ്ങി നിൽക്കുന്നു. കലിമലം കുറയുന്നു എന്ന് പറയാൻ ലോകം പഠനം തുടരുന്നു. ഒരു മഹായുദ്ധത്തെ കൂടി ദൈവവഴി കൊണ്ടാടിക്കഴിഞ്ഞു. അതിരുകൾ പുതിയ വേലികളിൽ ഉറച്ചു. ജന്മപരമ്പരകളുടെ കണക്കെടുപ്പ് പുസ്തകങ്ങളിൽ ഭൗതികവാദികൾക്ക് യാതൊരു താല്പര്യങ്ങളും ഇല്ല. അവർ ഭൗതികവാദം പഠിച്ചു കഴിഞ്ഞിട്ടേയില്ല. എല്ലാം വിഡ്ഢിത്തം അവർക്ക് തോന്നുന്നു. സാമൂഹിക നീതിയുടെയും പ്രതിസമൂഹ സിനിമാ വിധാനത്തിൻ്റെയും കണക്കെടുക്കുന്ന പുസ്തകങ്ങളിൽ ആത്മീയർക്ക് യാതൊരു താല്പര്യങ്ങളും ഇല്ല. അവർ ആത്മാവിനെ കണ്ടിട്ടുകൂടി ഇല്ല. ജനന മരണങ്ങളുടെ ഇടവരമ്പിൽ പെരുവിരൽ ഊന്നിയുള്ള യാത്രയിൽ തോമസ് പലതും പഠിച്ചു കഴിഞ്ഞു. അന്ന് അവൻ്റെ പേർ ഇതായിരിക്കില്ല. നാമരൂപങ്ങൾക്ക് അതീതമായ കണ്ണാടിക്കാടുകളിലെ ബിംബരഹിതം ആയ ഒരു വേട്ടയിലൂടെ അവൻ്റെ ഫലിതം വിനോദമയമായി തീരും. അമ്പും വില്ലും പുതിയ പാട്ടുപാടും. ഓരോ പുതിയ പാട്ടിലും പഴയ അക്ഷരങ്ങൾ കിരീടം അണിയും. ഓരോ കിരീടത്തിൽ നിന്നും പുക ഉണരും. ഓരോ ചവിട്ടടിയിലും തീ ഉണരും. ചെറുപ്പത്തിലെ തോമസ് മരിക്കും. ജലം മൂലമുള്ള മൃത്യു, ജലത്തിൽ ഉള്ള മൃത്യു, കണ്ണാടിപ്പുഴയിലെ ചെറുമീനുകൾക്ക് വിരുന്നാകുന്ന മൃത്യു. എല്ലാ ജലങ്ങളും കണ്ണാടിപ്പുഴയിലേതാണ്. ഓരോ നിമിഷവും ഒഴുക്കുകളുടേതാണ്. അവ നെഞ്ചിൽ തട്ടിക്കടക്കുന്നു. കാര്യാലയത്തിൻ്റെ വാതിലിൽ ഞാൻ നിൽക്കുന്നു. ദൂരെ ദൂരെ വരെ വിജനമായ ഒരു കൃപ. ഇമതല്ലി അടരാതെ കരുണയുടെ അലിവ്. 8. ചീന്തിപ്പോകുന്ന
തൊപ്പികൾ. ഒരിക്കൽ തോമസിന്റെ മകൻ പറഞ്ഞു, അപ്പൻ മദ്യപിക്കാൻ എന്തെങ്കിലും അടിസ്ഥാന കാരണമുണ്ടാകും. അടിസ്ഥാന വർഗമൂല്യങ്ങളെ ചിന്തിച്ച ഒരു കാരണവരായ മാത്യുവിനെ മനസ്സിലോർത്ത് തോമസ് ചോദിച്ചു, അതെന്തെന്നാ മോനെ? അവൻ സ്വയം പറഞ്ഞു, ആന്തരിക മുറിവുകൾ ഉള്ളവർ സ്വയം കണ്ടെത്തുന്ന രക്ഷയാണത്. ഓ, എന്താണ് ഈ ആന്തരിക മുറിവ്? അവൻ പറഞ്ഞു, വൈകാരിക തലത്തിൽ ചെറുപ്പത്തിൽ ഏൽക്കുന്ന ആഘാതങ്ങൾ പുറമേ കാണില്ല, അകത്ത് രൂപപ്പെടും. മനഃശാസ്ത്ര നിരൂപണ രംഗമോർത്ത് തോമസ് ചോദിച്ചുപോയി, പിന്നെ? മോൻ പറഞ്ഞു, അവകളെയാണ് ആന്തരിക മുറിവുകൾ എന്ന് ബോധമുള്ളവർ വിളിക്കുന്നത്. ബോധമുള്ളവരെ നിരന്തരം ഓർത്തുകൊണ്ട് തോമസ്, ഓഹോ, അതുകൊണ്ട്? അവൻ ദേഷ്യത്തിൽ പറഞ്ഞു, അതുകൊണ്ട് അപ്പൻ ഒന്ന് നന്നായി കുമ്പസാരിച്ചാൽ ആ മുറിവുകൾ ഉണങ്ങും. വൃത്തികെട്ട മദ്യപാനശീലം മാറും. നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും. തോമസ് ഒന്നും പറഞ്ഞില്ല. ദൈവസൃഷ്ടികളെ അണലികളുടെ സന്താനങ്ങൾ എന്ന് വിളിച്ച് ദൈവത്തെ അണലിയാക്കുന്ന വിഷചികിത്സ അറിയാത്ത വിഡ്ഢികളെ ചിന്തയിൽ ചേർത്ത് വെച്ച് നിശബ്ദനായി. കടുത്ത ഏകാന്തതയിൽ തണുക്കുമ്പോൾ മകൻ സന്തോഷത്തോടെ പറഞ്ഞു, കണ്ടോ, അപ്പന് മിണ്ടാട്ടം മുട്ടി. ദൈവമേ, അവൻ്റെ ദൈവം അണലി പോലെ എന്നെ കടിക്കുന്നു, അതിന് അവൻ്റെ ദൈവത്തോട് പൊറുത്താലും എന്നൊന്നും തോമസ് പ്രാർത്ഥിച്ചില്ല. പ്രസംഗം കേട്ടിരിക്കാനുള്ള നേരം പോക്ക് ദൈവത്തിന് തോന്നുകയില്ലല്ലോ. തോമസ് നിശബ്ദനായത് മറ്റു പലതും ഓർത്താണ്. കണക്കെഴുത്തുകാർ നിശബ്ദരാവുന്നത് കണക്കുകൾ പൊളിയുമ്പോഴാണ്. കാൽ ഒടിക്കുന്ന തകർച്ചകൾ തിരിച്ചറിവിലേക്കെത്തുന്ന കർമ്മങ്ങൾ ആണ്. ചീന്തിപ്പറിയുന്ന തൊപ്പിയിലെ നിറം കെട്ട തൂവൽ ആണ്. ഒരു തൂവൽ കൊണ്ട് തോമസിനെ വീശിക്കൊണ്ടിരിക്കുമ്പോൾ പാരമ്പര്യത്തിന്റെ വലിഞ്ഞ പേശികളിൽ ദാമോദരൻ ചിരിച്ചുകൊണ്ടു നിൽക്കുന്നു. സത്യശീലന്റെ മുൻമുറകൾ ബുദ്ധിയുടെ ഇടുങ്ങിയ അറവുശാലയ്ക്ക് മുന്നിൽ ബോർഡ് തൂക്കുന്നു, വ്യഭിചാരശാല. കാലം നിശബ്ദതയുടെ തോന്നലിൽ ആർപ്പുവിളി പോലെ പൊട്ടിവിരിയുന്നു. കഴിഞ്ഞ ഈസ്റ്ററിന് തോമസിന്റെ മുറ്റത്താണ് ഏറ്റവും വലിയ മേശപ്പൂ വിരിഞ്ഞത്. അത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമേ അല്ല, പാരമ്പര്യം, വെറും ആചാരമാണ്. ആചാരത്തിൽ പറഞ്ഞു വരുന്ന മല്ലന്റെയും മാദേവന്റെയും കഥയിലെ തടിയനും എല്ലനും കടലു കാണാൻ പോയി. കപ്പലിൽ ഇരുന്ന് അവർ പറഞ്ഞു, ഇതൊന്നും കടലല്ല, ബോട്ടിൽ പോകാം. മാദേവന്റെ ബുദ്ധി പ്രകാശിച്ച സന്ദർഭം. മല്ലൻ പറഞ്ഞു, ബോട്ടിന്റെ കെട്ടൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പൊട്ടിച്ചോളാം. പറയലും പൊട്ടിക്കലും ഒപ്പം കഴിഞ്ഞു. അതത്രേ കേൾ വിപതി ധൈര്യം. ബോട്ടിൽ അവർ കടലു നോക്കി നടന്നു. ഏറെ ദൂരം യന്ത്രം തിരിച്ചു തളർന്ന് മാദേവൻ പറഞ്ഞു, ഡാ, ഇത് കടലല്ല, വെറും വെള്ളം. നമുക്ക് വഞ്ചിയിൽ പോകാം. ബോട്ടിൽ ഒരുക്കി വെച്ചിരുന്ന വഞ്ചിയിൽ അവർ വീണ്ടും കർമ്മം തുടർന്നു. കപ്പലിനെ മുക്കിക്കൊല്ലാൻ പ്രാപ്തിയുള്ള കേവലം ഒരു ബിംബം മാത്രമാണ് വഞ്ചി. മണ്ണാങ്കട്ടയും കരിയിലയും ചെയ്ത പോലെ അവർ ഒരുമിച്ച് സഹകരിച്ചു. കടലിലെ വെയിൽ മഴ പോലെയും മഴ വെയിൽ പോലെയും അലങ്കാരം തോന്നിച്ചു. വെളുത്ത തിമിംഗലങ്ങളോ കടുത്ത തിരകളോ വന്നെത്താതെ തന്നെ കഥാപരിചയം കൊണ്ട് വഞ്ചി പിളർന്നു. കഷ്ടം, മാദേവൻ ഓർത്തു. ദൈവമേ, മല്ലന് നീന്തൽ അറിയില്ലല്ലോ. പാവം. പാവത്തിന് നീന്തൽ അറിയില്ലായിരുന്നു. തീറ്റ കഴിഞ്ഞു കുടിക്കുന്ന വെള്ളത്തിന്റെ കുടം കണക്ക് കൂട്ടി അവൻ വെള്ളം കുടിച്ചു. പിന്നെ
ഒറ്റമുങ്ങൽ. വീണ്ടും പൊങ്ങിയില്ല. അത് കണ്ട് സമാധാനിച്ച് മാദേവൻ നീന്തി തുടങ്ങി. പ്രവൃത്തിയും അതിനുവേണ്ട ഊർജവും കൃത്യം കണക്ക് കൂട്ടി. 100 അടി. പിന്നെ ഒരു ഗ്ലാസ് ഉപ്പുവെള്ളം, വെറുതെ, നാരങ്ങ പോലും പിഴിയാതെ. 100 അടി. ഒരു ഗ്ലാസ് ഉപ്പുവെള്ളം വീണ്ടും. പിന്നെയും കഷ്ടി 100 അടി. ക്ഷീണം. അതിനു വഴങ്ങാത്ത വാശിയാണ് ബുദ്ധി. അത് അടിക്കണക്ക് തികയ്ക്കുന്നു. കഷ്ടം, ഡോൾഫിനു പകരം നീർനായകളോ സ്രാവ് പോലുമോ വരുന്നില്ല. പിന്നെയും കുടിച്ചു. മൂക്കുമുട്ടെ, ശ്വാസം മുട്ടി, പേശികൾ വലിഞ്ഞ് വെള്ളം കയറിയ നട്ടെല്ലിൽ പിടിച്ച് മാദേവൻ താഴെ എത്തുമ്പോഴേക്കും മല്ലൻ അവിടെ വീർത്തു കിടക്കുന്നു. കിടന്ന കിടപ്പിൽ അവൻ പറഞ്ഞു, നിരന്തരം ജയിക്കുന്ന പൊട്ട, നിന്നേക്കാൾ മുൻപേ ഞാൻ വീർത്തു പൊട്ടും. എന്നെ നീ മണ്ണാങ്കട്ടയാക്കി. വിഡ്ഢി, നീ കരിയില പോലും ആയിരുന്നില്ല. നിന്നോട് പറയുന്നതിലും നല്ലത് മദാനയെ റബ്ബർ ബാൻഡിൽ ഇടുന്നതാണ്. ഒരു വഞ്ചി, ഒരു ബോട്ട്, ഒരു കപ്പൽ, പിന്നിൽ കടലിൽ ആഴുന്ന ചന്ദ്രശേഖരന്റെ സ്വർണക്കൊലുസ് പോലെ പഴയൊരു തൊപ്പി. കവിത അതിനെയാണ് ചീന്തേണ്ടത്. അപ്പൻ ചെയ്തു കൊടുക്കുന്ന ഉപകാരത്തിന് മക്കളെ പറ്റിക്കുന്ന വിഡ്ഢിയാണ് പാരമ്പര്യം. പരമ്പരിത രൂപകം പോലെ കടുത്ത വൃത്തികേടിൻ്റെ ഒരു അലങ്കാരം. ചീന്തിപ്പോകുന്ന പഴയൊരു തൊപ്പി. 9. യാത്രകൾ. നക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രി വണ്ടിയുടെ അവസാന ബോഗിയിൽ നിന്നും അരൂപിയായൊരു ബോധം നിലയിറങ്ങി കണ്ണാടിപ്പുഴയുടെ ആകാശമാർഗത്തിൽ ചുവടുറപ്പിച്ച് താഴേക്ക് നോക്കി. അരങ്ങിൽ ഒരു അശ്ലീല രംഗം തെളിഞ്ഞു. ഉത്സവ കമ്മിറ്റിക്കാർ കുംഭമാസത്തിൽ അവതരിപ്പിക്കുന്ന പ്രാവും കഴുകനും നൃത്ത സംഗീത നാടകം. മരക്കൊമ്പിൽ സ്വപ്നം കാണുന്ന പ്രാവ്, പള്ളയിൽ വെളുത്ത തൂവൽ പിടിപ്പിച്ച സംഗീത എന്ന 8ാം ക്ലാസ്സുകാരി. കൈമുദ്രകളും മുഖചലനങ്ങളും രംഗാവതരണത്തിലെ പഞ്ഞി വീഴ്ചയും നിറമുള്ള വെളിച്ചവും സ്വപ്നം ഉണ്ടാക്കി. മുകളിൽ നിന്ന് ഒരു കഴുകൻ പ്രാവിനെ തിന്നാൻ താണെടുക്കുന്നു. പശ്ചാത്തല പാരായണത്തോടൊപ്പം കാണികൾ പേടിച്ചു. പെൺകുട്ടി കണ്ണുകൾ ബസിന്റെ ബോർഡ് വായിക്കുമ്പോഴെന്ന പോലെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കൊണ്ടുവന്നു. കഴുകൻ വരുന്നത് കാണികൾ കണ്ടു. അവരുടെ വിധി അതാണ്. സാമ്രാജ്യത്വ വിമാനങ്ങൾക്കു താഴെ നെഞ്ചിൽ പച്ച കുത്തി കളിക്കുന്ന പാടശേഖരങ്ങളിൽ കാലം ധ്വനിച്ചു. വിധി വരും വഴികൾ. ഹോ! കാണിബോധങ്ങളിൽ ആസ്വാദനം ആപാദമധുര സ്തനമായി തീർന്നു. കുരിശുദ്ധങ്ങൾക്കിടയ്ക്ക് പ്രണയവിമാനമുയരുന്നു. പ്രാവിൻ്റെ പ്രാർത്ഥനാനാളം ഉണരുന്നു. ദൃഷ്ടാന്താലങ്കാരം തേങ്ങുന്നു. ദൈവമേ, തിന്നാൻ വരുന്ന ഈ കഴുകനിൽ നിന്ന് രക്ഷിക്കണേ. കഥയിൽ, നാടകത്തിൽ, കവിതയിൽ ദൈവം പ്രാവിൻ്റെ കൂടെ തന്നെ, കാണികൾ ദൈവത്തിൻ്റെ കൂടെയും. പെട്ടെന്ന് താഴേക്ക് പറക്കൂ എന്ന് ദൈവം പറയുന്നതായി കവിക്ക് തോന്നി. പ്രാവ് താഴേക്ക് പറന്നു. കഷ്ടം, കവി കണ്ടത് ഒരു വേടനെയാണ്. വലംകാൽ മുന്നോട്ടൂന്നി അമ്പു തൊടുത്ത് ലക്ഷ്യത്തോടൊപ്പം കണ്ണു നീങ്ങുന്നു. പെൺകുട്ടിയുടെ പേടിയോടൊപ്പം കാണികളും പേടി തിന്ന് പശ്ചാത്തല പാരായണം നിറഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവമേ, ദുഷ്ടവേടന്റെ അമ്പിൽ നിന്നും ഞങ്ങളുടെ സമാധാനപ്രാവിനെ രക്ഷിക്കൂ. കാണികളുടെ ഉള്ളിൽ വീരനായകർ വന്ന് അടച്ചിട്ട കൂടുകൾ ഒക്കെ തുറക്കുന്നു.
അനേകം ചെറുകിളികൾ ഗഗനമേ സുരസിദ്ധ സ്ഥാനമേ എന്നു പാടി നഭസിൽ സ്വാതന്ത്ര്യ വ്യാമോഹം രചിക്കുന്നു. ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് രംഗത്തെ ദീപസംവിധാന തന്ത്രം തെറ്റിദ്ധരിപ്പിക്കുന്നു. കവിതാപാരായണം തെറ്റുന്ന ശബ്ദത്തിൽ കവിയുടെ ഇടതുകാലിൽ പാമ്പു കടിച്ചു. ലക്ഷ്യം തെറ്റിയ അമ്പ് മുകളിൽ ചെന്ന് കൃത്യം കഴുകന്റെ തലയിൽ തറച്ചു. തലയ്ക്ക് അടിയേറ്റ് കച്ചവടം തകർന്ന് കഴുകൻ രംഗവേദിയിൽ യവനികയ്ക്കൊപ്പം താണു. ഇരുളിൽ ദൈവശാസ്ത്രം പുരണ്ടു. ഇന്ന് നല്ല നിലാവാണ്. പടയോട്ടങ്ങൾ പ്രേക്ഷിത വേലകൾ ഒതുക്കി ആയുധം തൂക്കി വീട്ടിലേക്ക് തിരിക്കുമ്പോൾ തല തകർന്നവൻ പരാതി എഴുതുന്നു. ദൈവമേ, പുല്ലിന് പാകത്തിന് നീ ചുണ്ടും ആമാശയവും തീർത്തുവെങ്കിൽ സമാധാനപ്രാവിനെ തിന്നാൻ താഴുമ്പോൾ എൻ്റെ കച്ചവടം ലാഭത്തിനായനെ. തർക്കിക്കുന്ന സിദ്ധാന്തങ്ങളുടെ അശ്ലീലം പുരണ്ട കാറ്റും ഏറ്റ് ബോധരൂപം തേഞ്ഞ ഓർമ്മകൾ കൊണ്ട് പുഴയുടെ ഓളങ്ങളിൽ മുട്ടി വിളിച്ചു. കണ്ണാടി വാതിലുകൾ മലർക്കെ തുറന്ന് ഫലിത ബിംബാതരങ്ങൾ ചോദിച്ചു, എന്തു വേണം? വിശ്രമിക്കാൻ ഒരിടം. തകർന്ന അനേകം കല്ലുകളുടെ ശവക്കോട്ട പെരുമകളിൽ ഇടംവലം ചുറ്റി പുഴ ഓളങ്ങൾക്ക് താഴെ ഒഴുകി. പുഴയുടെ തലസ്ഥാനം തിട്ടകളിൽ മൃതരുടെ സ്മാരകങ്ങളിൽ ജീവിക്കുന്നു. തീരങ്ങളിൽ അഭയാർത്ഥികൾ കോട്ടപണിയിൽ വ്യാപൃതരായി. പുഴ അവരുടെ ഭാഷയെ കലക്കി. അറയിൽ അടച്ചുവെച്ച ചരിത്ര പുസ്തകത്തിന് അടയാളം ചോര പുരണ്ട പരശു. ദൂരെ മൂന്നും കൂടിയ വഴിക്കപ്പുറം ഉയർന്നു നിൽക്കുന്ന തലയോടാണ് കണ്ണാടിപ്പുഴയുടെ ചുമടുതാങ്ങി. കെട്ടിക്കിടക്കുന്ന ഒഴുക്കാണ് യാത്ര. പിന്നോട്ടേക്കാണ് ചരിത്രത്തിൻ്റെ കൈചൂണ്ടി. തീയിൽ ഒക്കെ എൻ്റെ ചിതയുണ്ട്. അസ്ഥികളിൽ തേനീച്ചകളുടെ പാട്ടുണ്ട്. പ്രണയഗാനങ്ങൾക്കുള്ളിൽ നിക്ഷേപിച്ച കടുത്ത ശബ്ദത്തിൻ്റെ മൗനമുണ്ട്. തീപിടിക്കും ആത്മാക്കൾ പാഞ്ഞു വരുമ്പോൾ വീശിക്കാണിക്കാൻ പച്ചക്കൊടിയുണ്ട്. ചുവന്ന അപായ വിളക്ക് കത്തും നെഞ്ചിൽ ഇടിച്ചു തകരുന്ന അനേകം കാറ്റുകൾ ഉണ്ട്.